യുവയുടെ 7ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഈ വേദിയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും ഈ സമകാലികമായിട്ട് ഏറ്റവും പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നാണ്. നവനാസ്തികതയുടെ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് നമ്മളെല്ലാവരും ആ ഒരു ഡിസ്കഷനായിട്ട് ചർച്ചയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഇവിടെ കൂടി വന്ന എല്ലാവരെയും കടന്നു വന്ന എല്ലാവരെയും സൂം മീറ്റിംഗിലും അതുപോലെ യൂട്യൂബിലും ജോയിൻ ചെയ്ത എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ മീറ്റിംഗ് നമുക്ക് തുടങ്ങാം. പ്രാർത്ഥിക്കാനായിട്ട് അമൽ സന്തോഷ് ബ്രദറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അമലേട്ടന് പ്രാർത്ഥിക്കാനായിട്ട് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ലവനായ പിതാവേ, കർത്താവേ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് വൈകുന്നേര സമയം കർത്താവേ ഞങ്ങൾക്ക് എത്രയും പേർക്ക് കർത്താവേ ഈ സൂം പ്ലാറ്റ്ഫോമിൽ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അങ്ങയുടെ നാമത്തിൽ ഒത്തുചേരുവാനായിട്ട് അങ്ങ് സഹായിച്ചു എന്നോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രത്യേക കർത്താവെ യുവയുടെ കർത്താവെ എപ്പിസോഡുകൾ ഇത്രയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളെ അങ്ങ് സഹായിച്ചു എന്നോർത്ത് നന്ദി പറയുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ അവർക്ക് കർത്താവ് യൂത്തിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാനായിട്ടും കർത്താവ് അതിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളോടും കൂടെ കർത്താവ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും നയിച്ചു കൊണ്ടുപോകാനായിട്ടും കർത്താവ് അങ്ങ് സഹായിച്ചു എന്ന് നന്ദി പറയുന്നു. കർത്താവ് ഇന്നത്തെ എപ്പിസോഡിനെ പ്രത്യേക കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സഹായിക്കണം. പ്രത്യേക കർത്താവ് ഞങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്ന സ്പെഷ്യൽ ഗസ്റ്റിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആശയർ ജോൺ കർത്താവെ സഹോദരനെ അങ്ങ് സഹായിക്കണം, അനുഗ്രഹിക്കണം. എന്ന ദൈവവചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് പ്രബോധിപ്പിക്കാനായിട്ട്, ഞങ്ങൾക്ക് നല്ല ചിന്തകളെ പങ്കിടുവാനായിട്ട് സഹോദരനെ അങ്ങ് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകം ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിനെ അങ്ങയുടെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കാലിക പ്രസക്തിയുള്ള ടോപ്പിക്കാണ്. അതിൽ നിന്ന് ചിന്തിക്കുവാനായിട്ടും കർത്താവെ നാസ്തികതയുടെ പൊള്ളത്തരങ്ങൾ കർത്താവെ അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കർത്താവ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുവാനായിട്ടും സഹോദരനെ അങ്ങ് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പങ്കെടുക്കുന്ന ഓരോരുത്തരെയും കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സഹായിക്കണം. ഞങ്ങളുടെ ഉള്ളിൽ കർത്താവ് ബോധ്യങ്ങൾ ഉണ്ടാക്കുന്നതാകുവാനായിട്ട് അങ്ങ് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തുടർന്നുള്ള ഡിസ്കഷൻ സെഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതും ഏറ്റവും അനുഗ്രഹമായിട്ട് ചെയ്യാനായിട്ട് സഹോദരനെ അങ്ങ് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരുവാനായിട്ടും കർത്താവ് ഇതിൽ പങ്കെടുക്കുവാനായിട്ടും അങ്ങ് സഹായിച്ചു എന്ന് ഓർത്ത് നന്ദി പറയുന്നു. ഇനിയും കർത്താവ് ധാരാളം കുട്ടികൾ, കർത്താവ് ധാരാളം യൂത്ത്സ് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് അങ്ങ് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും സ്തുതികളും യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ കൈക്കൊള്ളണമേ. യേശുക്രിസ്തുവിനോട് ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തി വന്ന് ചോദിച്ചു, ബൈബിളിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന്. അപ്പം യേശുക്രിസ്തു അതിന് കൊടുത്ത മറുപടി, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. നമ്മള് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്.
The first of all the commandments is, Hear, O Israel, the Lord our God is one Lord, and thou shalt love the Lord thy God with all thy heart, and with all thy soul, and with all thy mind, and with all thy strength. This is the first commandment. And the second is like, namely this, thou shalt love thy neighbor as thyself. There is none other commandments greater than this. ഏകദേശം 66 പുസ്തകങ്ങളുള്ള ബൈബിളിനെ യേശു ക്രിസ്തു ഏറ്റവും ലളിതമായിട്ട് വ്യാഖ്യാനിച്ചതാണ് ഈ രണ്ട് വാക്യങ്ങളിലൂടെ. നമ്മൾ ബൈബിളിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലാണ് ബൈബിൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ദൈവവും മനുഷ്യനും എന്ന നിലയിൽ, രണ്ട് മനുഷ്യരും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന നിലയിൽ. ഒരു ഭാഗത്ത് മനുഷ്യരുമായിട്ട് എങ്ങനെ അവർ തമ്മിലുള്ള ബന്ധങ്ങളിലെ ഇടപാടുകൾ എങ്ങനെ ആയിരിക്കണമെന്ന് പറയുമ്പോൾ, മറുഭാഗത്ത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ന്യായപ്രമാണത്തിൽ ബൈബിളിൽ നമ്മൾ കാണുന്നു. മോശയോട് ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ, തൻ്റെ ഇഷ്ടങ്ങളെ വെളിപ്പെടുത്തിയപ്പോൾ അതില് പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ദൈവാരാധന എന്ന് പറയുന്നത്. കാരണം ഒന്നാമത്തെ കൽപ്പനയുടെ ഏറ്റവും വലിയ പ്രകടനം നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ആത്മാവോടും കൂടി സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രകടനം അത് ദൈവാരാധനയാണ്. സത്യദൈവത്തെ ദൈവമായിട്ട് അറിഞ്ഞ് ആരാധിക്കുന്നതാണ്. അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിനുള്ള ഏറ്റവും വലിയ പ്രകടനം എന്ന് പറയുന്നത്. യൂത്ത് യുണൈറ്റഡ് ഫോർ വേർഷിപ്പ് ആൻഡ് ആക്ഷൻ, യുവയുടെ ഫുൾ ഫോം, യുവയുടെ ഒബ്ജക്റ്റീവ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യുവാക്കൾ ഒരുമിച്ച് കൂടി, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട യുവാക്കൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. സത്യദൈവത്തെ, നമ്മൾ സൃഷ്ടിതാവായ രക്ഷകനായ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഒത്തുചേർന്ന സമയം കൂടിയാണിത്. നമുക്ക് ദൈവത്തെ, ഈ സമയം നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അതിനായിട്ട് നമുക്ക് ഗായക സംഘത്തെ സ്വാഗതം ചെയ്യാം. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആബാ പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന 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 അങ്ങേക്ക് ആരാധന.
എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായി കിടുന്നു. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായി കിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. യേശുവേ, ആത്മാക്കളെ നേടുവാൻ നിന്നാത്മാവാൽ നയിക്കണമേ. ആത്മാക്കളെ നേടുവാൻ നിന്റെ വിശുദ്ധിയാൽ നിറയ്ക്കണമേ. നിനക്കായി ഞാൻ സാക്ഷിയാകാം. നിന്റെ വിശുദ്ധിയാൽ നിറയ്ക്കണമേ. നിനക്കായി ഞാൻ സാക്ഷിയാകാം. യേശുവേ, നീ എന്നും എന്റേതു മാത്രം. ആബാ പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന, 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 അങ്ങേയ്ക്ക് ആരാധന. ആരാധന, 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 അങ്ങേയ്ക്ക് ആരാധന.
ഞാൻ ജീവിക്കും യുവയുടെ 7ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് നാം ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന വിഷയത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: അകക്കാമ്പില്ലാത്ത അവകാശവാദങ്ങൾ, നവനാസ്തികതയുടെ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ. ബിഗ് ക്ലെയിംസ് ഔട്ട്സൈഡ്, എംപ്റ്റി കോർ ഇൻസൈഡ്, ഡിസെക്ടിങ് കോമൺ നിയോ എത്തിയിസ്റ്റിക് ക്ലെയിംസ്. നമ്മളോട് ഈ ഒരു ടോപ്പിക്ക് നമ്മളുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് നമ്മളുമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്ന നമ്മുടെ സ്പീക്കർ, അദ്ദേഹത്തെ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും പരിചയം ഉണ്ടാകും. ഗ്രേ സെൽസ് കാർപ്പന്റേഴ്സ് ഡെസ്ക് എന്ന യൂട്യൂബ് ചാനൽസിൽ അദ്ദേഹത്തിന്റെ ചർച്ചകളും സംവാദങ്ങളും അതുപോലെ അദ്ദേഹത്തിന്റെ ടോക്സ് ഒക്കെ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. ആഷിർ ജോൺ ശ്രദ്ധിക്കപ്പെട്ടു വരുന്ന യുവ അപ്പോളജിസ്റ്റ് ആണ് അദ്ദേഹം. ഇപ്പോൾ ദുബായിലെ ഒരു MNCയിലെ ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തെ യുവയിലേക്ക് യുവയുടെ ഈ സെഷനിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ വിഷയം കൈകാര്യം ചെയ്യാനായിട്ട് ആഷിർ ബ്രദറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. Thanks, Joel. I hope I'm audible. Yeah. Thank you. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനൊരു യുവയുടെ ഈ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനും നിങ്ങളോട് സംസാരിക്കുവാനും കിട്ടിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. First of all, greetings to all and gratitude to Benny uncle who invited me and Joel who was continuously conversing with me, and thank you for this occasion. നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ന്യൂ എയ്ത്തീസം ആണ്. Before that, I want to first of all commend the initiative YUWA. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം it's a collective of young people coming together as the expansion goes for worship and action. നമ്മുടെ ആക്ഷനിലൂടെയും or through our lives to worship God, that is the greatest honor that we have in our lives. പണ്ട് ഓസ്കർ വൈൽഡ് ആണെന്ന് തോന്നുന്നു who said this, that the youth is wasted on the young. യുവ എന്ന് അഥവാ യൗവനം എന്ന് പറയുന്നത്
യുവാക്കന്മാരിൽ അല്ലെങ്കിൽ യൂത്തിൽ ഇസ് വേസ്റ്റഡ്, പാഴാകുകയാണ്. കാരണം യൗവനം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. യൗവനം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ എ മൂഡ് ദാറ്റ് മോസ്റ്റ്, എസ്പെഷ്യലി ഇന്നത്തെ കാലഘട്ടത്തിൽ വെൻ വി സേ ദാറ്റ് ഏജ് ഇസ് എ നമ്പർ എന്നൊക്കെ പറയുമ്പോഴും യൂത്ത് എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് ഓൺലി ഒക്കേഴ്സ് വൺസ് ഇൻ ലൈഫ്. ആൻഡ് ദി ആർട്ട് ആൻഡ് പർപ്പസ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആസ് യങ് പീപ്പിൾ ഷുഡ് ബി ടു ഗ്ലോറിഫൈ ഗോഡ് ത്രൂ അവർ യൂത്ത്. നമ്മുടെ യൗവനം കൊണ്ട് ത്രൂ അവർ യങ് ഏജ് വി നീഡ് ടു ഗ്ലോറിഫൈ ഗോഡ്. കാരണം ഈ ഒരു പീരിയഡ് ഇസ് സംതിങ് ദാറ്റ് വിൽ നെവർ കം ബാക്ക്. നാം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു കൾച്ചറലി വി തിങ്ക് ദാറ്റ് യങ് ഏജ് വി ക്യാൻ സെലിബ്രേറ്റ് ആൻഡ് യങ് ഏജ് വി ക്യാൻ അടിച്ചു പൊളിച്ചിട്ട് ഒരുപക്ഷെ സംവെയർ ഡൗൺ ദ ലൈൻ വി ക്യാൻ മിനിസ്റ്റർ ഗോഡ് ഓർ വി ക്യാൻ സെർവ് ഗോഡ്. ബട്ട് ദാറ്റ്സ് ഓൾവേസ് എ റോങ് ഐഡിയ. ദ ബെസ്റ്റ്, നമുക്കുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മുൻപിൽ ഉള്ളത് സാക്ഷാൽ നമ്മുടെ കർത്താവ് തന്നെയായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ, റൈറ്റ്, ഇൻ ഹിസ് ലേറ്റ് 20s early 30s, ആ വ്യക്തി എക്സേർട്ട് ചെയ്ത ഇൻഫ്ലുവൻസിന്റെ ഫലമായിട്ടാണ് വി ആർ ആക്ച്വലി യുണൈറ്റഡ് ഇൻ ഹിസ് നെയിം. സോ first of all, I congratulate this initiative, and let's get to the topic. New atheism, big claims outside, empty core inside. എന്താണ് നവനാസ്തികത? നിരീശ്വരവാദം എന്ന് പറയുന്നത്, നാസ്തികത എന്ന് പറയുന്നത് ഒരു നവ ഫിനോമിനൻ അല്ല, ഒരു ന്യൂ ഫിനോമിനൻ, ഒരു പുതിയ ഫിനോമിനൻ അല്ല. എക്കാലത്തും ആസ് ലോങ് ആസ് ഐഡിയാസ് ക്യാൻ ഗോ, എല്ലാ ഐഡിയാസിനും അതിന് ബദലായിട്ട്, അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട്, അതിനെതിരായിട്ട് ഐഡിയാസ് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ബൈബിളിൽ തന്നെ if you read, you will see that the fool says in his heart, മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവമില്ല. The fool says in his heart there is no God. So atheism is an old idea. In fact, നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ പല പുരാതന മതങ്ങളും ഏത്തീസ്റ്റിക് ആയിരുന്നു. ബുദ്ധിസം, ഡാവോയിസം പോലുള്ള ഐഡിയാസ് ഏത്തീസ്റ്റിക് ആയിരുന്നു. Then what is this movement? Why call it new atheism? നവനാസ്തികത എന്ന് പറയുമ്പോൾ ഇതെന്തെങ്കിലും പുതിയതായ ഒരു ഫിനോമിനൻ ആണോ, പുതിയതായ ഒരു ചിന്താശാഖയാണോ? What exactly is new atheism? Before I get to the topic, I want to just read a testimonial that came our way. ഞങ്ങളുടെ ഗ്രേസൽസിൽ വന്ന ഒരു ടെസ്റ്റിമോണിയൽ, കഴിഞ്ഞിടയ്ക്ക് വന്ന ഒരു ടെസ്റ്റിമോണിയൽ വായിച്ചിട്ട് I will get to the topic. Obviously, നിങ്ങൾക്ക് അതിന്റെ even before I define new atheism, നമ്മൾ ഇന്ന് കൂടി വന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് നിങ്ങൾക്കറിയാം. നവനാസ്തികത എന്താണ്, അതിന്റെ കോർ ക്ലെയിംസ് എന്താണെന്ന് ഒരുപക്ഷെ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലും ഈ മൂവ്മെന്റിനെ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് യുക്തിവാദം എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് നടക്കുന്ന മൂവ്മെന്റിനെ പറ്റി നിങ്ങൾക്ക് ധാരണയുണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. ദിസ് ഇസ് എ ടെസ്റ്റിമണി ദാറ്റ് കെയിം ടു ഗ്രേസൽസ്. ഞാൻ അതിന്റെ ചില ഭാഗം മാത്രം വായിക്കാം. I was a diligent follower of Ravichandran C's videos. In the long run, I was a bit convinced of what he was preaching. Moreover, it was because I was a PhD student in science. I blindly trusted these self-proclaimed free thinkers, and I never cared about counter perspectives. Nevertheless, I accidentally had to watch you folks talking, and that was a huge blow to my conscience. I had to redefine my faith, reignite my dwindling thirst to research about faith in God. Eventually, I am now a billion times stronger, confident, and contented in my faith for Christ. Above all, thank you for helping me rejuvenate and redefine my faith in God. And then he goes on to state a few more things. ഞാൻ ഇപ്പോൾ വായിച്ചത് is one of the several testimonies that not just Gracels, but even other apologetics fronts get on a very regular basis. കാരണം നമ്മുടെ നാട്ടിൽ രവിചന്ദ്രൻ സിയും അതുപോലെ തന്നെ ന്യൂ എയ്ത്തിസ്റ്റ് മൂവ്മെന്റിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പല സ്പോക്സ്മെനും ചില വർഷങ്ങളായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ക്ലെയിംസ്, ചില ideas are now being taken apart. The emperor is without clothes. അവർ മുമ്പോട്ട് വെച്ച പല വാദങ്ങളും ഇന്ന് slowly people are discovering that it does not really carry weight. But before that, what is new atheism? നവനാസ്തികത എന്താണ്? അമേരിക്കൻ ജേർണലിസ്റ്റ് ഗാരി വോൾഫ് ആണ് ആദ്യമായിട്ട് ഈ ഒരു മൂവ്മെന്റിനെ നവനാസ്തികത എന്ന് ക്യാരക്ടറൈസ് ചെയ്യുന്നത്. This movement started in the US, അല്ലെങ്കിൽ generally in the West, in the early 2000s. 2000കളുടെ ആദ്യമാണ് ഈ ഒരു മൂവ്മെന്റ് particularly യുഎസിൽ തുടങ്ങി മറ്റ് വെസ്റ്റേൺ കൺട്രീസിൽ പോപ്പുലറായി. യൂണിവേഴ്സിറ്റികളിലും മറ്റ് വർക്ക് ക്യാമ്പസുകളിലൊക്കെ ഈ നവനാസ്തികരൻ അവകാശപ്പെടുന്ന പബ്ലിക് ഇന്റലക്ച്വൽസ് they became popular. അങ്ങനെയാണ് ഈ ഐഡിയാസും ഈ മൂവ്മെന്റ് became stronger. The core tenets of this view was
ബേസിക്കലി ഇതൊരു റിയാക്ഷണറി മൂവ്മെന്റ് ആയിട്ട് തുടങ്ങിയ ഒരു ഫിനോമിനൻ ആയിരുന്നു. അതായത് സെപ്റ്റംബർ 9/11 അറ്റാക്സ് കഴിഞ്ഞിട്ട് ഒരു ഇമോഷന്റെ പുറത്ത്, ഒരു വിസറൽ റെസ്പോൺസിന്റെ പുറത്ത് വന്ന ഒരു മൂവ്മെന്റ് ആണ് നവനാസ്തികത. കാരണം ഇതുപോലെ ഈവിൾ അല്ലെങ്കിൽ ഇതുപോലെ ഇൻജസ്റ്റിസ് നടക്കുമ്പോൾ, സഫറിങ് ഉണ്ടാകുമ്പോൾ, വേർ ഇസ് ഗോഡ്? നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ മണിപ്പൂരിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ നാം കാണുമ്പോൾ എവിടെയോ നമ്മുടെ ഉള്ളിൽ വി ഓൾസോ ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ, വേർ ഇസ് ഗോഡ്? പക്ഷേ that's an emotional question, that's an emotional longing for perfection, for justice. ഈ ഒരു ഇമോഷന്റെ പുറത്താണ് സത്യം പറഞ്ഞാൽ ഈ നവനാസ്തികത മൂവ്മെന്റ് തന്നെ ആരംഭിക്കുന്നത്. സോ പേ അറ്റൻഷൻ ദേർ. അതൊരു ഇന്റലക്ച്വൽ പ്രസിഡൻസ് അല്ല നവനാസ്തികതയ്ക്കുള്ളത്, മറിച്ച് ഇമോഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നാണ് ഈ ഒരു മൂവ്മെന്റ് ആദ്യം വെസ്റ്റേൺ ലോകത്തിൽ ഇറ്റ് ബിക്കേം സ്ട്രോങ്, ഇറ്റ് ബിക്കേം പോപ്പുലർ, ആൻഡ് ദാറ്റ് ഇസ് വേർ ദ ബിഗിനിങ് ഓഫ് ദിസ് മൂവ്മെന്റ് ലൈസ്. ഞാൻ ആമുഖമായിട്ട് അധികം സംസാരിക്കാതെ ഐ വുഡ് dwell straight into the big claims of these new atheists. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 2000-കളുടെ ആദ്യത്തിൽ പല റിച്ചർഡ് ഡോക്കിൻസും സാം ഹാരിസും ക്രിസ്റ്റഫർ റിച്ചൻസ് പോലുള്ള പബ്ലിക് ഇന്റലക്ച്വൽസ് അവരുടെ പുസ്തകങ്ങളിൽ കൂടെ ഒക്കെയാണ് ഈ മൂവ്മെന്റ് ഇറ്റ് ബിഗാൻ. ആൻഡ് വെരി സൂൺ നമുക്കറിയാം വെസ്റ്റേൺ ലോകത്തിൽ വരുന്ന ഐഡിയാസ് എല്ലാം ഇവൻച്വലി, ബിക്കോസ് ഇറ്റ്സ് എ ഗ്ലോബലൈസ്ഡ് വേൾഡ്, അധികം താമസിക്കാതെ തന്നെ ഇന്ത്യയിലേക്ക്, നമ്മുടെ കേരളം is a front runner to receiving these ideas. കേരളത്തിൽ രവിചന്ദ്രൻ സി എന്ന പേരുള്ള ഇംഗ്ലീഷ് പ്രൊഫസറാണ് റിച്ചർഡ് ഡോക്കിൻസിന്റെ ഗോഡ് ഡില്യൂഷൻ, നാസ്തികനായ ദൈവം എന്ന പേരിൽ ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ ഈ മൂവ്മെന്റ്. ഇതിനു മുൻപും യുക്തിവാദികൾ അവകാശപ്പെടുന്ന പല നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ എസൻസ് ഗ്ലോബൽ പോലുള്ള വളരെ, ഇൻഫാക്ട് വി ഷുഡ് അപ്രീഷിയേറ്റ് their numbers. They are actually a huge group, right? They have influence across Kerala today. For that you should ideally appreciate them. പക്ഷേ ഈ ഒരു മൂവ്മെന്റ് is more recent, particularly after the translation of this particular book. Now നമ്മുടെ നാട്ടിലേക്ക് ഈ മൂവ്മെന്റ് വന്നിട്ട് അധികമായിട്ടില്ലെങ്കിലും over the years it has gained good popularity in colleges, among young people, യുവാക്കന്മാരിലും, particularly ഈ ഒരു മൂവ്മെന്റ് has grown in popularity. ഞാൻ ഇന്ന് അല്പസമയത്തിനുള്ളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ചില പോപ്പുലർ ക്ലെയിംസ്, ഇവർ മുൻപോട്ട് വെക്കാറുള്ള ചില ക്ലെയിംസ് അഡ്രസ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ parallelly while I address these claims I also want to present a positive case for Christianity. അതായത് എന്തുകൊണ്ട് നവനാസ്തികത റാഷണലി വീക്ക് ആണെന്ന് മാത്രം കാണിക്കുകയല്ല, മറിച്ച് എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എന്തുകൊണ്ട് ഞാൻ ഒരു ക്രിസ്തീയ വിശ്വാസിയാണെന്നതിന് ഉള്ള ചില പോസിറ്റീവ് ആർഗ്യുമെന്റ്സ് മുൻപോട്ട് വെക്കുവാൻ. ആർഗ്യുമെന്റ്സ് കവർ ചെയ്യാൻ നമുക്ക് വി ഡോണ്ട് ഹാവ് ടൈം. പക്ഷെ സം റീസൺസ് വൈ ഐ ആം എ ക്രിസ്ത്യൻ എന്നും I would like to put forward. First of all, what are the characteristics of this movement? Number one, self-branded intellectualism. സ്വയം ഇവർ യുക്തിവാദികൾ എന്ന് വിളിക്കുകയും സ്വയം ഇവർ എന്തോ വലിയ ഭൂജീവികളാണെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ മൂവ്മെന്റ് ആക്ച്വലി കേരളത്തിൽ ഇന്ന് they have actually strengthened their roots. If you look at all of these characters, രവിചന്ദ്രൻ സിയ ആയാലും അല്ലെങ്കിൽ എസൻസ് ഗ്ലോബലിന്റെ മറ്റ് സ്പീക്കേഴ്സ് ഒക്കെ ആണെങ്കിലും ഇവർ ഏത് വിഷയത്തെ പറ്റി സംസാരിക്കും. അത് സോഷ്യോളജി ആണെങ്കിലും, ഫിസിക്സ് ആണെങ്കിലും, കോസ്മോളജി ആണെങ്കിലും, ബിബ്ലിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണെങ്കിലും, തിയോളജി ആണെങ്കിലും, ഫിലോസഫി ആണെങ്കിലും, എവറിത്തിങ് അണ്ടർ ദ സൺ ദീസ് പീപ്പിൾ ആർ എക്സ്പെർട്സ്. They put themselves forward as Mr. Know-it-alls, as rationalist. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഇവർ സ്വയം യുക്തിവാദികൾ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും യഥാർത്ഥത്തിൽ യുക്തിവാദത്തിന്റെ ഡെഫിനേഷൻ അനുസരിച്ച്, റാഷണലിസത്തിന്റെ ഡെഫിനേഷൻ, ഇഫ് യു ആക്ച്വലി look at the definition of rationalism, ഇവർ യുക്തിവാദികളല്ല. കാരണം സയൻസ്, that I will be addressing later, that സയൻസിലൂടെ മാത്രമേ സത്യം തെളിയിക്കുവാൻ കഴിയൂ എന്നൊക്കെയുള്ള വാദം മറുഭാഗത്ത് അവർ വെക്കുമ്പോൾ ഒരു യുക്തിവാദി, ഒരു ആക്ച്വൽ റാഷണലിസ്റ്റ് അങ്ങനത്തെ ഒരു ക്ലെയിം വെക്കാറില്ല. റാഷണലിസത്തിന്റെ ബേസിക് പ്രീസപ്പോസിഷൻ തന്നെ യുക്തിയിൽ കൂടെ, എംപെരിക്കൽ ഡേറ്റ ഇല്ലെങ്കിലും നമ്മുടെ യുക്തി ഉപയോഗിച്ച്, ലോജിക് ഉപയോഗിച്ചുകൊണ്ട് we can arrive at truth. That's the basic foundation of rationalism. അത് മാത്രമല്ല, യുക്തിവാദത്തിന്റെ പിതാക്കന്മാരെന്നറിയപ്പെടുന്ന, യുക്തിവാദത്തിന് ആരംഭം നൽകിയ ഫിലോസഫേഴ്സ്, ഇമ്മാനുവൽ കാന്റ്, റെനെ ഡെക്കാർട്ട്, ലെബിനിറ്റ്സ് പോലുള്ള ആൾക്കാർ, they were all Christian theologians. അപ്പം റാഷണലിസം എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന അതേ വാക്ക് ഇവർ മലയാളത്തിലോട്ട് ആക്കുമ്പോഴത്തേന് വാട്ട് എവർ ദേ ആർ ആക്ച്വലി അറ്റാച്ചിങ് ടു ഇറ്റ്, ദാറ്റ് ഇസ് നോട്ട് യുക്തിവാദം, ദാറ്റ് ഇസ് നോട്ട് റാഷണലിസം. ഇവർ യുക്തിക്കെതിരെ വാദിക്കുന്ന ഒരു കൂട്ടരാണ്. സോ ദേ
are self-branded intellectuals. They pretend to know everything under the sun, and they will speak pretty much of all these topics. Particularly, Nyan Varnadokkem is in Bombay. If you come to the north of India, നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോഴത്തേന് അവിടെ സദ്ഗുരുവും അതുപോലത്തെ പല ബാബാമാരും ഗുരുമാരും അവരുടെയൊക്കെ ചില അന്ധഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. അവരോടൊക്കെ എത്ര സംസാരിച്ചാലും അവരെ സംബന്ധിച്ച് ഈ വ്യക്തികൾ പറയുന്നതാണ് that is everything, that is correct, അല്ലെങ്കിൽ they swallow whatever these people are saying in blind faith. Ironically, ഈ സ്വയം യുക്തിവാദികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഇവര് മതവിശ്വാസികളെ അന്ധവിശ്വാസികൾ എന്നും ബ്ലൈൻഡ് ഫെയ്ത്ത് എന്ന് വിളിക്കുമ്പോൾ the joke is on them that ഇവരുടെ ഫോളോവേഴ്സ് ആണ്. നിങ്ങൾ ക്ലബ് ഹൗസിലും മറ്റ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പല പ്രൊഫൈലുകളിലും ഇവരുടെ ഫോളോവേഴ്സിന്റെ ഒക്കെ പ്രൊഫൈൽ തുറന്നു നോക്കിയ ബ്ലഡി ഏത്തിസ്റ്റ്, സയന്റിഫിക് ടെമ്പർ, അങ്ങനത്തെ ഒക്കെ വാക്കുകളാണ് ദാറ്റ് സ്റ്റാർ ഡസ്റ്റ്. ആ രീതിയിലാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. ദാറ്റ് ഇസ് എ കൾട്ട്. ഇറ്റ്സ് എ കൾട്ട് മൂവ്മെന്റ്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു വ്യക്തിയിൽ കേന്ദ്രിതമായി ഒരു കൾട്ട് മൂവ്മെന്റ് ആണ് ഈ ന്യൂ ഏത്തീസം. And as I said, right, if you see a Ravichandran C or a Maitreyan, ഇവരുടെ ഒക്കെ വീഡിയോസ് ഒക്കെ നാം കാണുമ്പോൾ എല്ലാ വിഷയങ്ങളെ പറ്റിയും യാതൊരു റെഫറൻസും കൂടാതെ യാതൊരു സൈറ്റേഷനും കൂടാതെ they are willing to speak, and they have a huge following who is willing to accept what they are saying. Now, that is first characteristic, self-branded intellectualism. Number 2 is fear of public confrontation. സ്വയം യുക്തിവാദികൾ എന്ന് വിളിക്കുമ്പോഴും സ്വയം when they call themselves as intellectuals, ഇവരൊരു പബ്ലിക് ഡിബേറ്റിനോ പബ്ലിക് കൺഫ്രണ്ടേഷനോ ഒരിക്കലും മുൻപോട്ട് വരാറില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഇത്ര വർഷങ്ങളായി നവനാസ്തികത കേരളത്തിൽ എവറി ഇയർ ദേ ആർ ഡൂയിങ് ബിഗ് ഇവന്റ്സ്. പക്ഷെ ഈവൻ ഇഫ് ഒരു അല്പം സോഫ്റ്റ് കോർണർ അവരോടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ സെഷൻ കേൾക്കുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ്. ഇറ്റ് ഇസ് ഓൾവേസ് ക്ലോസറ്റ് ടോക്ക്. അവരുടെ മുറികളിൽ ഇരുന്നു കൊണ്ട് അവരുടെ വീഡിയോ ക്യാമറ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വൺ വേ ടോക്ക്, മേ ബി ദേ ആർ ഗിവിംഗ് ടോക്സ് ഇൻ കോളേജസ് ഓർ വാട്ട് എവർ. ഒരിക്കലും ഒരു പബ്ലിക് ഡിബേറ്റിൽ ഇവർ മുൻപോട്ട് വരാറില്ല. particularly ഇവരുടെ മെയിൻ വ്യക്തിയായിരിക്കുന്ന Ravichandran C. And the reason I'm taking out his name is because he is actually the face of this movement. Western ലോകത്തിൽ ഡോക്കിൻസ് ഏത് രീതിയിലാണോ ന്യൂ എയ്ത്തീസം, അവിടെ ഡോക്കിൻസ് became the face. കേരളത്തിൽ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഈ മൂവ്മെന്റിലെ വ്യക്തി is RC. ഇദ്ദേഹം ഒരിക്കലും അപ്പോളജറ്റിക്സിൽ ആക്റ്റീവായി നിൽക്കുന്ന പലരും ഇദ്ദേഹത്തെ ഡിബേറ്റിന് ക്ഷണിച്ചിട്ട് പോലും ഇദ്ദേഹം ഒരിക്കലും ഒരു ഡിബേറ്റിന് മുൻപോട്ട് വന്നിട്ടില്ല. വാട്ട് ഡസ് ദാറ്റ് സേ അബൌട്ട് this movement? What does that say about these intellectuals? That they are not willing for a public confrontation. കാരണം മറ്റൊന്നുമല്ല, വർഷങ്ങളായിട്ട് ഇവര് മുൻപോട്ട് വെച്ച പല അബദ്ധങ്ങളും പല തെറ്റായ സ്യൂഡോ സയൻസും സ്യൂഡോ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള വ്യൂസും ആർ ഓൾറെഡി ബീങ് ഡിബങ്ക്ഡ്, ആൻഡ് they know that if they come out in the open, they cannot defend what they have already written down in print or have spoken. So self-branded intellectualism, fear of public confrontation, and third, just as I mentioned, promoting pseudo science and pseudo history. ഇവര് വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പല തെറ്റായ വ്യൂസും, എസ്പെഷ്യലി സ്യൂഡോ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള വ്യൂസ്, സ്യൂഡോ സയന്റിഫിക് ആയിട്ടുള്ള വ്യൂസ് കേരളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കുന്ന പല ആൾക്കാരുണ്ട്, പല മതങ്ങളിലും ഉണ്ട്. I would say that even ക്രിസ്ത്യാനിറ്റിയിൽ പോലും പല ക്രിസ്ത്യൻ speakers I have seen, and I don't blame them because science is not their field. തെറ്റായ സയന്റിഫിക് ധാരണകൾ പ്രചരിപ്പിക്കുന്ന there are people across belief systems. But the problem with new atheists, that this is the biggest problem that I have with them, is that they claim to be the spokesman of science. അതായത് ഇവരുടെ എല്ലാ പ്ലാറ്റ്ഫോംസിന്റെ പേരുകളും അല്ലെങ്കിൽ ഇവരുടെ യൂട്യൂബ് ചാനൽസിന്റെ പേരുകളൊക്കെ കണ്ട സയന്റിഫിക് ആയിട്ടുള്ള പേരുകളൊക്കെ കൊടുത്തിട്ട് ഇവര് സയൻസ് ആണ് സംസാരിക്കുന്ന എന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അതായത് റിലീജിയന് ബദലായിട്ട് ഇവര് മുൻപോട്ട് വെക്കുന്നത് സയൻസ് ആണ്, ഞങ്ങളാണ് സയൻസിന്റെ വക്താക്കള്, അല്ലെങ്കിൽ ഞങ്ങളാണ് സയൻസ് ഞങ്ങളുടെ കുത്തകയാണെന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. പക്ഷേ ഇവര് പ്രചരിപ്പിക്കുന്നത് ശുദ്ധമായ സ്യൂഡോ സയൻസ് ആണ്. particularly when it comes to things like multiverse. ഇപ്പം when you talk about the fine tuning of the universe, ഞാൻ അതിനെ പറ്റി പിന്നീട് സംസാരിക്കാം. അതായത് പ്രപഞ്ചം, നാം കാണുന്ന പ്രപഞ്ചം is precisely designed. ഈ പ്രപഞ്ചത്തിന്റെ പല ആട്രിബ്യൂട്ട്സും പല പാരാമീറ്റേഴ്സും പ്രിസൈസ്ലി ഫൈൻ ട്യൂൺഡ്, അല്ലെങ്കിൽ ലൈഫ് ഇസ് നോട്ട് പോസിബിൾ.
when we put out these arguments, ഇവർ മുൻപോട്ട് വെക്കുന്ന മൾട്ടിവേഴ്സ് പോലുള്ള തിയറീസ്, അതായത് there are so many universes, there are millions and millions of universes, അതിൽ ഒരു യൂണിവേഴ്സ് മാത്രമാണ് നാം ഈ ജീവിക്കുന്ന യൂണിവേഴ്സ്. ഇതുപോലുള്ള തിയറീസ് are not scientific. In fact, they are not based on evidence. There is zero evidence, but they confidently push this. Evolution പറ്റി പറയുമ്പോൾ evolutionary biology is science, പക്ഷെ ഇവർ എവല്യൂഷന്റെ പേരിൽ ഇവർ മുൻപോട്ട് വെക്കുന്ന വ്യൂസ്, അതായത് ധാർമ്മികതയും മനുഷ്യന്റെ യൂണീക്നെസ്സും ഒക്കെ എവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. എവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരിക്കലും കഴിയാത്ത കാര്യങ്ങൾ പോലും എവല്യൂഷന്റെ പേരിൽ പറഞ്ഞു വെക്കുന്നത് ഇത് പക്കാ സ്യൂഡോ സയൻസ് ആണ് ഇവര് കേരളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. So they propagate pseudoscience, they propagate pseudo history. When you talk about church and science, historically ഇവരെഴുതിയ പുസ്തകങ്ങളിൽ പോലും യാതൊരു ഉളുപ്പുമില്ലാതെ പല തെറ്റായ ധാരണകൾ ശാസ്ത്രത്തെ പറ്റിയും ചർച്ചിന്റെ ഹിസ്റ്ററിയെ പറ്റിയും ഇവര് എഴുതി വിട്ടതിന് യാതൊരു മാപ്പും അല്ലെങ്കിൽ പബ്ലിക് അപ്പോളജി they have not stated. That church has opposed science. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹിസ്റ്റോറിയൻസ് ഓഫ് സയൻസ്, ആക്ച്വൽ അക്കാഡമിക് ലോകത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാ ഹിസ്റ്റോറിയൻസും, അവർ നിരീശ്വരവാദികളാണെങ്കിലും ഈശ്വരവാദികളാണെങ്കിലും whatever be their faith background, അവരെല്ലാം അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് that Christianity gave rise to modern science. Popular philosopher of science, atheist, നിരീശ്വരവാദിയായിരുന്ന മൈക്കിൾ റൂസിന്റെ വാക്കുകളിൽ modern science owes its being to Christianity. അതായത് ക്രിസ്ത്യാനിറ്റി ഇല്ലായിരുന്നെങ്കിൽ മോഡേൺ സയൻസ് ഇല്ല, റൈറ്റ്? ഇത് ഇന്ന് ഹിസ്റ്റോറിയൻസ് ഓഫ് സയൻസിന്റെ കൺസെൻസസ് ആണ്. പക്ഷെ അതൊന്നും വകവെക്കാതെ അക്കാഡമിയെ തന്നെ സ്കോഫ് ചെയ്തുകൊണ്ട്, അക്കാഡമിക് ലോകത്തെ തന്നെ പുച്ഛിച്ചുകൊണ്ടാണ് ഇവരുടെ വാദങ്ങൾ ഇവർ മുൻപോട്ട് വെക്കുന്നത്. യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നുള്ള വാദം ഇന്ന് ജീവിച്ചിരിക്കുന്ന ക്ലാസിസിസ്റ്റോ ഹിസ്റ്റോറിയൻസോ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനും, അഗെയിൻ അവർ നിരീശ്വരവാദികളോ വാട്ടെവർ ബി ദർ ബാക്ക്ഗ്രൗണ്ട്, PhD ഉള്ള യൂണിവേഴ്സിറ്റികളിൽ സർവകലാശാലകളിൽ പഠിപ്പിക്കുന്ന ഒരു ഹിസ്റ്റോറിയൻ പോലും യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നുള്ള വാദം ഉന്നയിക്കുന്നില്ല. പക്ഷേ ആ വാദം നിങ്ങൾക്ക് നാസ്തികനായ ദൈവം എന്ന പുസ്തകത്തിൽ കാണുവാൻ കഴിയും. സോ ദീസ് പീപ്പിൾ ആർ പ്രൊമോട്ടിംഗ് ദീസ് സ്യൂഡോ സയന്റിഫിക്, സ്യൂഡോ ഹിസ്റ്റോറിക്കൽ ആൻഡ് അത് സ്യൂഡോ സയന്റിഫിക്, സ്യൂഡോ ഹിസ്റ്ററി മാത്രമല്ല, അബൌട്ട് ദ പ്രസന്റ്, ഇന്നത്തെ ലോകത്തെ പറ്റി പോലും ഒരു സെക്കൻഡ് തോട്ട്സും ഇല്ലാതാണ് ഇവർ കള്ളത്തരങ്ങൾ പറഞ്ഞു വിടുന്നത്. I think sometime back നടൻ ശ്രീനിവാസൻ പറഞ്ഞ ഒരു വീഡിയോ വാസ് വൈറൽ, ദാറ്റ് സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ചെന്നാൽ അവിടെ they have left religion, right? That they have deserted religion. അവിടെ കൂടുതലും നിരീശ്വരവാദികളാണ്. പക്ഷെ ഒരു ഗൂഗിൾ സെർച്ചിൽ തീരാനുള്ള കാര്യമേ ഉള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി അത്രയും ചിന്തകള് ഞാൻ കഴിഞ്ഞ ആഴ്ച I saw a Christian pastor who was preaching again in Malayalam, and he also mentioned this thing that Scandinavia there are a lot of atheists. That is not true. I mean, these things can be verified with a quick Google check. So self-branded intellectualism, fear of public confrontation, and promoting pseudoscience and pseudo-history, these are some of the key characteristics of new atheism. Now coming to some of the claims. സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ചില ക്ലെയിംസ് മാത്രം ഞാൻ വേഗത്തിൽ I would quickly address. First three claims that I will address, ആദ്യം ഞാൻ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 3 claims is from a general sense, അതായത് ജനറലി ദൈവവിശ്വാസത്തിനെതിരെ ഇവർ ഉന്നയിക്കുന്ന ക്ലെയിംസ്, broadly speaking. And a final few claims would be particularly against Christianity. അതായത് ആദ്യം ഇവര് ദൈവവിശ്വാസത്തിന് എതിരെയും അല്ലെങ്കിൽ ജനറൽ ആയിട്ടും ഉന്നയിക്കുന്ന ക്ലെയിംസ്. നിങ്ങൾ ഒരുപക്ഷെ ഇത്രയും ക്ലെയിംസ് പലപ്പോഴായിട്ടും when you're talking with your friends you might have heard these claims, and how can you respond to them? എങ്ങനെ നിങ്ങൾക്ക് ആ ക്ലെയിംസിന് മറുപടി നൽകുവാൻ കഴിയും? ആൻഡ് ഫൈനലി ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യൻ വിശ്വാസത്തിന് എതിരായിട്ട് മെയിനായിട്ടും ഇവർ ഉന്നയിക്കുന്ന ക്ലെയിംസ്. നമ്പർ 1 is that science is the only way to truth. സത്യത്തിലേക്ക് അഥവാ നോളജ് ലേക്ക് ഏക മാർഗം എന്ന് പറയുന്നത് സയൻസ് മാത്രമാണ്. ശാസ്ത്രത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് സത്യങ്ങളെയും നോളജും ഗെയിൻ ചെയ്യാൻ കഴിയൂ എന്നുള്ള വാദം. ദിസ് ഈസ് കോൾഡ് സയന്റിസം. ഇത് സയൻസ് അല്ല, ഇതിനെ വിളിക്കുന്നത് സയന്റിസം. സയൻസിന് മാത്രമാണോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സയൻസിലൂടെ ക്യാൻ യു കം ടു നോ മോറൽ ഡിസിഷൻസ്, അല്ലെ, മൊറാലിറ്റി ക്യാൻ യു കം ടു നോ ത്രൂ സയൻസ്? That murder is wrong or assaulting a child is wrong, അല്ലെ, കൊലപാതകം എന്ന് പറയുന്നത് മോറലി തെറ്റാണ്. ഇത് സയൻസിന് തെളിയിക്കുവാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇല്ല. ഇന്നും ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഫീൽഡുകളിൽ, ആർട്ടിഫിഷ്യൽ AI പോലുള്ള ഫീൽഡ്സിൽ ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന പ്രോബ്ലംസ് ആർ ബേസിക്കലി ടു ഡു വിത്ത് മൊറാലിറ്റി. കാരണം സയൻസിന് മോറൽ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുവാൻ കഴിയില്ല. ഇഫ് യു ആർ ക്രിയേറ്റിംഗ് എ ഡ്രൈവർലെസ് കാർ, ഒരു ഡ്രൈവർലെസ് കാർ ഇന്ന് ആ ടെക്നോളജി ഉണ്ട്, പക്ഷേ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ കാറ്
is coming to a situation of an accident, ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ ഒരു കുട്ടി മരിക്കും, റൈറ്റിലോട്ട് തിരിഞ്ഞാൽ ഒരു പ്രായമുള്ള ഒരാൾ would die. ആ ഒരു സിറ്റുവേഷനിൽ you will have to program what to do. അപ്പൊ സയന്റിഫിക്കലി നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ കഴിയില്ല, kill the child or kill the man, right? So that is a roadblock that artificial intelligence has today, that it cannot decide on moral questions. Moral questions cannot be decided on science. Mathematical knowledge cannot be decided on science. അതായത് ഇപ്പം മാത്തമാറ്റിക്സ് സയൻസ് പ്രീസപ്പോസ് ചെയ്യുകയാണ്. മാത്സ് സയൻസ് കണ്ടുപിടിച്ചതല്ല, മാത്സ് ഇൻവെന്റ് ചെയ്തതല്ല, മാത്സ് ഓൾറെഡി ഉണ്ട് അല്ലെ. അതായത് ലോകത്തിൽ ഒരു മനുഷ്യനും ഇല്ലെങ്കിലും before any human beings were on earth, നമ്മളൊരു sphere if you're creating a sphere, or let's say if you're creating a circle, ആ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് pi r square ആണ്. പൈയുടെ വാല്യൂ is 22/7, right? ആ values are already there. അത് നമ്മൾ, I'm sorry if I'm confusing you, but mathematics എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് ഇൻവെന്റ് ചെയ്തൊരു സംഭവമല്ല. Mathematics is already there in the universe. നാം കാണുന്ന പ്രപഞ്ചത്തിലും നാം കാണുന്ന പ്രകൃതിയിലും mathematical laws are already there. അതുകൊണ്ട് mathematical knowledge സയൻസ് പ്രൂവ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ സയൻസ് കണ്ടെത്തുന്നതല്ല, സയൻസ് അത് അസ്യൂം ചെയ്യുകയാണ്. ലോജിക്കൽ ട്രൂത്ത്സ്, ലോജിക്കൽ ആയിട്ടുള്ള ആക്സിയംസ് സയൻസ് കണ്ടുപിടിക്കുന്നതല്ല, സയൻസ് ഓൾറെഡി പ്രീസപ്പോസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ദിസ് ക്യാൻ ബി ഈസിലി ഡിബങ്ക് ദാറ്റ് സയൻസ് ഇസ് നോട്ട് ദി ഓൺലി വേ ടു ട്രൂത്ത്. മറിച്ച് സയൻസിന് കണ്ടുപിടിക്കാൻ കഴിയുന്നത്, സയൻസിന് പഠിക്കുവാൻ കഴിയുന്ന ഡൊമെയിൻ മാത്രമേ സയൻസ്, അതായത് ഫിസിക്കൽ റെൽം, നാച്ചുറൽ റെൽമിന് ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ സയൻസിന് പഠിക്കുവാൻ കഴിയത്തുള്ളൂ. സയൻസ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ സ്പേസ്, ടൈം ആൻഡ് മാറ്റർ. അതുകൊണ്ടാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം ചില രോഗങ്ങൾക്ക്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ക്യൂർ എന്നില്ല. പക്ഷെ നാളെ സയൻസ് അത് കണ്ടെത്തുമോ? തീർച്ചയായിട്ടും കണ്ടെത്താം. കാരണം അത് നാച്ചുറൽ സ്ഫിയറിന് ഉള്ളിലുള്ള കാര്യമാണ്. പക്ഷെ കോൺഷ്യസ്നെസ് എന്താണ്? ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് അല്ലെ. കോൺഷ്യസ്നെസ് വാട്ട് എക്സാക്ട്ലി ഈസ് ഇറ്റ്? ക്യാൻ സയൻസ് എക്സ്പ്ലെയിൻ കോൺഷ്യസ്നെസ്? ഇന്നല്ല നാളെയും സയൻസിന് അത് പൂർണ്ണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സയൻസിന് പഠിക്കുവാൻ കഴിയൂ. അത് മാത്രമല്ല, when you talk about the origin of the universe, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി നാം സംസാരിക്കുമ്പോൾ, ദൈവവിശ്വാസികൾ അല്ലാത്ത ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന കോസ്മോളജിസ്റ്റുകൾ, മാർസലോ ഗ്ലീസറോ പോലെ ഉള്ള കോസ്മോളജിസ്റ്റ്, they themselves admit that is not a question of science. കാരണം when you talk about big bang, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി നാം പറയുമ്പോൾ ആ പോയിന്റിലാണ് സ്പേസ്, ടൈം, മാറ്റർ ബിഗാൻ ടു എക്സിസ്റ്റ്. അതിന് മുൻപെന്ന് പറയാൻ പറ്റില്ല, കാരണം മുൻപെന്നും പിൻപെന്നും പറയുന്നത് ടൈമിനുള്ളിലാണ്. ബട്ട് ഫോർ ദ ലാക്ക് ഓഫ് എ ബെറ്റർ വേർഡ്, പ്രപഞ്ചം നിർമ്മിക്കപ്പെടുന്നതിന് മുൻപ് ഫിസിക്കൽ റെൽം ഇല്ല, നാച്ചുറൽ റെൽം ഇല്ല. പക്ഷെ നാച്ചുറൽ റെൽം ഇല്ല എങ്കിൽ വാട്ട് എവർ ഇസ് ബിഫോർ ദ യൂണിവേഴ്സ് cannot be subjected to scientific study. I hope it is clear. The beginning of the universe, or whatever is before the universe, നമുക്ക് ഇന്ന് അറിയാവുന്ന സയൻസിന്റെ ഡൊമെയിനുള്ളിൽ വരുന്ന കാര്യമല്ല. സയൻസ് പഠിക്കുന്നത് ടൈമും സ്പേസും മാറ്റർ ഉണ്ടെങ്കിൽ സയൻസ് ക്യാൻ ബി അപ്ലൈഡ്. വെൻ ദർ ഇസ് നോ സ്പേസ് ടൈം മാറ്റർ, പ്രപഞ്ചം ഈസ് നത്തിങ് ബട്ട് സ്പേസ് ടൈം മാറ്റർ. സ്പേസ് ടൈം മാറ്റർ ഇല്ലാത്ത ഒരു റിയാലിറ്റിയെ സയൻസിന് പഠിക്കുവാനോ സയൻസിന് ഇൻഫർ ചെയ്യുവാനോ കഴിയില്ല. സോ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് സയൻസ് cannot decide, science cannot know. So ഇവർ മുൻപോട്ട് വെക്കുന്ന ഈ ഒരു വാദം that science is the only way to truth is false. അത് മാത്രമല്ല, when you talk about what exactly science is only answering the how question. എങ്ങനെയാണ് നേച്ചർ അല്ലെങ്കിൽ ഫിസിക്കൽ റെൽം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഉള്ള ആ how question മാത്രമാണ് സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സയൻസ് does not explain the why question. ഒരു ക്വിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സപ്പോസ് ഞാനൊരു കെറ്റിലിൽ വെള്ളം, ഓർ in a steel vessel I am boiling some water, ഞാൻ അല്പം വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുവാൻ കഴിയും അവിടെ എന്താണ് നടക്കുന്നത്. and I can explain the process. അല്ലെ, there is heat or there is fire beneath the fire at the stove, and the metal is a good conductor of heat. That heat is transferred to the water molecules react. അതിന്റെ സിസ്റ്റത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബോയിലിംഗ് ടെമ്പറേച്ചർ ആകുമ്പോഴത്തേന് വെള്ളം തിളയ്ക്കുന്നു എന്ന് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്താലും അതിന്റെ ഹൗ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ആ പ്രോസസ് നടക്കുന്നത് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് അത് വൈ ഇസ് ഇറ്റ് ബോയിലിംഗ് എന്ന ചോദ്യത്തിന് ഉത്തരം only I can answer. I can say that it is because I want to drink a cup of coffee. ഇത് നിങ്ങൾ ആ സിസ്റ്റത്തിനുള്ളിൽ നടക്കുന്ന കാര്യം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്താലും
ഒരു കാപ്പി കുടിക്കാൻ വേണ്ടിയാണ് ആ വെള്ളം ഞാൻ തിളപ്പിക്കുന്ന ഉള്ള ആ ഉത്തരത്തിലേക്ക് സയൻസിന് എത്തുവാൻ കഴിയത്തില്ല. സോ വെൻ യു ലുക്ക് അറ്റ് ദ യൂണിവേഴ്സ്, ഈ യൂണിവേഴ്സിലേക്ക് തന്നെ നോക്കുമ്പോൾ there is a famous philosophical question: why is there something rather than nothing? ഒന്നുമില്ലായ്മയ്ക്ക് പകരം എന്തെങ്കിലും, വാട്ട് എവർ ഇറ്റ് ഈസ്, എനിത്തിങ് എക്സിസ്റ്റ് അറ്റ് ഓൾ. അത് മാത്രമല്ല, എനിത്തിങ്, ഇറ്റ്സ് നോട്ട് ഓൺലി ദാറ്റ് എനിത്തിങ് എക്സിസ്റ്റ് or that something exists, rather it exists with so much perfection, with so much ingenuity, with so much craft, and so much of an intelligent life. How is it even possible? Why is it existing? The why question can only be answered by a personal agent behind it. അതുകൊണ്ട് സയൻസിന് why question like എത്തുവാൻ കഴിയില്ല. So science is the only way to truth is a claim that is debunked. Number two, that science is also related to the first one, that science has disproved God. ഇത് അൺഫോർച്ചുനേറ്റ്ലി ഒരു പബ്ലിക് പെർസെപ്ഷൻ ആയി പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയും. ശാസ്ത്രം, എന്തുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, കാരണം ശാസ്ത്രം ദൈവമില്ല എന്ന് പറയുന്നു. അങ്ങനെ ശാസ്ത്രം പറയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സയന്റിഫിക് ടെക്സ്റ്റ് ബുക്കിൽ, ഏതെങ്കിലും ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫിനോമിനോ, സയന്റിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തമോ ദൈവത്തിനെതിരായിട്ട് വന്നിട്ടുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സയൻസിന് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കണ്ടുപിടിക്കുവാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇറ്റ് ക്യാൻ ഓൺലി എക്സ്പ്ലെയിൻ ദ നാച്ചുറൽ ഫിസിക്കൽ ഫിനോമിനൻ. ദൈവത്തെ പറ്റി നാം സംസാരിക്കുമ്പോൾ ദൈവം ഈ ഫിസിക്കൽ ഫിനോമിനന്റെ കോസാണ്. ഇപ്പം എന്റെ മുൻപിലിരിക്കുന്ന ഈ കപ്പോ, അല്ലെങ്കിൽ there's a laptop with me, ഈ ലാപ്ടോപ്പിനുള്ളിലല്ല ഈ ലാപ്ടോപ്പ് എഞ്ചിനീയർ ഉള്ളത്, അല്ലെ, അല്ലെങ്കിൽ ഈ കപ്പ് ക്രാഫ്റ്റ് ചെയ്ത ആളുള്ളത്, ഈ മഗ് ക്രാഫ്റ്റ് ചെയ്ത ആള് is not a part of the system. He has to be outside of that system and he has to be independent of that system. അങ്ങനെ എങ്കിൽ ഈ പ്രപഞ്ചത്തെ, ഈ ഫിസിക്കൽ റെൽമിനെ ക്രിയേറ്റ് ചെയ്ത, ഫിസിക്കൽ റെൽം എന്ന് പറയുമ്പോൾ സ്പേസ് ടൈം മാറ്ററിനെ ക്രിയേറ്റ് ചെയ്ത വാട്ട് എവർ ഈസ് ദ ബീയിങ് ഹാസ് ടു ബി സ്പേസ്ലെസ്, ടൈംലെസ്, ഇമ്മെറ്റീരിയൽ. അങ്ങനെയാണെങ്കിൽ സയൻസിന്റെ ടെസ്റ്റ് ട്യൂബിനുള്ളിൽ ദൈവത്തെ ഒതുക്കുവാൻ കഴിയില്ല. ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത് നവനാസ്തികർ മാത്രമാണ് ഇങ്ങനത്തെ ഒരു ശാഠ്യം പിടിക്കുന്ന. മറിച്ച് as I said, ഏത്തീസ്റ്റ് ഫിലോസഫേഴ്സും അക്കാഡമിക് ലോകത്തിൽ നിരീശ്വരവാദികളായിട്ട് ഉള്ള ആൾക്കാരൊന്നും ഇത്തിരി വാദം, അതായത് സയന്റിഫിക് ആയിട്ട് ദൈവത്തെ തെളിയിക്കണം എന്നുള്ള ഒരു വാദം ഉന്നയിക്കാറില്ല. കാരണം സയൻസിന്റെ പരിമിതിക്കുള്ളിൽ, സയൻസിന്റെ ബൗണ്ടറിക്കുള്ളിൽ വരുന്ന ഒരു റിയാലിറ്റി അല്ല ദൈവം. It's science. So when I say that, I will also have to say that science cannot prove God either. Science cannot disprove God. At the same time, സയൻസിന് ഒരു ടെസ്റ്റ് ട്യൂബിനുള്ളിൽ ഒതുക്കി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവത്തെ I will not worship, because God cannot be studied with human invention, which is science. Science is a human endeavor, right? പക്ഷേ സയന്റിഫിക് ആയിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും കൃത്യമായിട്ട് ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. Science cannot put God in a test tube. But what I'm saying is, സയൻസ് ഇന്ന് കണ്ടുപിടിച്ച പല സത്യങ്ങളും ദൈവത്തിന്റെ എക്സിസ്റ്റൻസിലേക്ക് ഇറ്റ് ഈസ് പോയിന്റിങ്. വൺ ഓഫ് ദം ഈസ് ദ ബിഗ് ബാങ് കോസ്മോളജി. 20ാം നൂറ്റാണ്ട് വരെ പല ഫിസിസിസ്റ്റുകളും പല സയന്റിസ്റ്റുകളും എല്ലാം വിശ്വസിച്ചിരുന്നത് ഈ പ്രപഞ്ചം ഇറ്റേണൽ ആയിരുന്നു, ഈ പ്രപഞ്ചത്തിന് ഒരു ആരംഭമില്ല, that the universe did not begin to exist. ഇത് എക്കാലത്തും ഇങ്ങനെ ഇറ്റേണൽ ആയിട്ട് തന്നെ യൂണിവേഴ്സ് ഉണ്ടായിരുന്നു എന്നായിരുന്നു അന്ന് വരെയുള്ള മെയിൻ ഐഡിയ. അതുകൊണ്ട് തന്നെയാണ് പല പുരാതന മതങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഹിന്ദുയിസം പോലുള്ള പല റിലീജിയൻസ് നാം നോക്കുമ്പോൾ, ആ വേൾഡ് വ്യൂസ് എല്ലാം തന്നെ they all held the universe to be eternal. അതുകൊണ്ടാണ് ഹിന്ദുയിസത്തിൽ യൂണിവേഴ്സിനെ ബ്രഹ്മമായിട്ട് ഇക്വിവൊക്കേറ്റ് ചെയ്യുന്നത്, to show that the universe is eternal. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പോലും, അന്ന് പുരാതനമായ മതങ്ങളെല്ലാം തന്നെ പ്രപഞ്ചത്തിന് ഒരു ആരംഭമില്ല എന്ന് വാദിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ സൂര്യനോ ചന്ദ്രനോ എന്താണെന്നുള്ള ബോധ്യം മനുഷ്യർക്കില്ല. അതുകൊണ്ടാണ് ഹിന്ദു മിത്തോളജിയിലൊക്കെ സൂര്യദേവനും ചന്ദ്രദേവനും ഒക്കെ നാം പറയുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ മനുഷ്യൻ നോക്കുമ്പോൾ രാവിലെ ഒരുവൻ നല്ല തേജസ്സോടെ, the sun is rising, the sun is setting, the moon is traveling. ഇത് കാണുന്ന മനുഷ്യന് ഇതെന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് അതിനെയെല്ലാം ലിവിങ് എൻറ്റിറ്റീസ് ആയിട്ട് കണ്ടുകൊണ്ട് അതിനെ ആരാധിച്ചു. പക്ഷെ ആ കാലഘട്ടത്തിൽ മോശയ്ക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല, അല്ലെങ്കിൽ മോശയ്ക്കും ദിസ് ഇസ് ബിഫോർ സയൻസ്. പക്ഷേ the Bible clearly states that God created the sun, God created the moon, God created the universe, that the universe began to exist എന്ന ആ വ്യൂ കൃത്യമായിട്ട് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. സോ
ഇത് 20th സെഞ്ചുറിയുടെ ആദ്യം വരെ all scientists generally held that the universe was eternal. പക്ഷേ in the beginning of the 20th century, ജോർജ് ലെമത്തോർ എന്ന് പറയുന്ന ക്രിസ്ത്യൻ കാത്തലിക് പ്രീസ്റ്റും ഫിസിസിസ്റ്റുമായിരുന്ന ജോർജ് ലെമത്തോർ ആണ് ആദ്യമായിട്ട് ബിഗ് ബാങ് സിദ്ധാന്തം മുൻപോട്ട് വെക്കുന്നത്. അദ്ദേഹം ബിഗ് ബാങ് സിദ്ധാന്തം മുൻപോട്ട് വെക്കുമ്പോൾ എതിർചേരിയിൽ ഉണ്ടായിരുന്ന പ്രശസ്തരായ നിരീശ്വരവാദികളായ ഫിസിസിസ്റ്റ് സർ ഫ്രെഡ് ഹോയിൽ പോലുള്ള ആൾക്കാർ they argued that ഈ ജോർജ് ലെമത്തോർ ഒരു കത്തോലിക്ക പുരോഹിതനായതുകൊണ്ട് അദ്ദേഹം ജെനസിസ് ഉൽപ്പത്തി പ്രൂവ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫ്രെഡ് ഹോയിൽ കളിയാക്കി വിളിച്ച പേരാണ് ബിഗ് ബാങ്. ആ പേരിലാണ് ഇന്ന് ആ സിദ്ധാന്തം നാം that's how we know it. പക്ഷെ കാലം പിന്നെയും മുൻപോട്ട് പോയി. 1978 എക്സ്പെരിമെന്റൽ കൺഫർമേഷനുമായിട്ട് അർണോ പെൻസിയാസ് എന്ന ഫിസിസിസ്റ്റ് came forward with cosmic background wave radiation, and that was an experimental proof for the Big Bang. In the Big Bang is the standard model of cosmology that physicists agree that the universe began to exist. ആ കണ്ടുപിടുത്തം മുൻപോട്ട് വെച്ചത് അർണോ പെൻസിയാസ് ആണ്. അദ്ദേഹത്തിന് 1928 ആ കണ്ടുപിടുത്തത്തിനാണ് നോബൽ സമ്മാനം കിട്ടുന്നത്. ആ നോബൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞിട്ട് ന്യൂയോർക്ക് ടൈംസുമായിട്ട് നടത്തുന്ന ഒരു ആഭിമുഖ്യത്തിൽ അദ്ദേഹം in his own words ഈ ഒരു സത്യം that the universe began to exist, ഇത് ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ in his words it is contained in the book of Genesis. So the Bible was or the biblical theism is very clearly pointing to a beginning of the universe, which is now confirmed by Big Bang cosmology. So സയൻസിലെ കണ്ടുപിടുത്തങ്ങൾ ഇന്ന് ബിഗ് ബാങ് പോലുള്ള കണ്ടുപിടുത്തങ്ങൾ is clearly disproving the claim that science has buried God. ഇവർ മുൻപോട്ട് വെക്കുന്ന അവകാശവാദം ശാസ്ത്രം ദൈവത്തെ നിഷേധിക്കുന്നു എന്നുള്ള claim is clearly debunked. So I just stated one particular claim, but there are more such findings. One would be the fine tuning of the universe. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ that the universe is precisely fine tuned. ഈ പ്രപഞ്ചം the way it is working is tuned to extreme precision. അതായത് there are some fundamental constants. ഈ യൂണിവേഴ്സ് ചലിക്കുന്ന രീതിയിൽ അത് ചലിക്കുവാൻ കാരണമായി നിൽക്കുന്ന ചില ഫണ്ടമെന്റൽ കോൺസ്റ്റന്റ്സ്. നിങ്ങൾ ഒരുപക്ഷെ സയൻസ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ you would have studied about the gravitational constant, the Planck's constant, the mass of an electron. ഈ വാല്യൂസ് ഒക്കെ precisely has to be in a very narrow range for life to exist. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ മാത്രം വേഗത്തിൽ in the interest of time I would state, which is the gravitational constant. Gravitational constant ആണ് which makes the gravitational force possible. അതായത് ഈ ഭൂമിയും മറ്റ് ഗോളങ്ങളും മറ്റ് പ്ലാനറ്റ്സ് എല്ലാം കൃത്യമായിട്ട് in the solar system is orbiting the sun. അത് സാധ്യമാക്കുന്നത് അല്ലെങ്കിൽ അത് പോസിബിൾ ആക്കുന്നത് is what is called a fundamental constant called the gravitational constant with a precise value of 6.67 into 10 raised to minus 11. നിങ്ങളാ വാല്യൂ അതായത് 6.67 divided by 10 raised to minus 11. അത്രയ്ക്ക് സ്മോൾ ആയിട്ട് അല്ലെങ്കിൽ അത്രയ്ക്ക് ഫൈൻ ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആണ് ദ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഈ വാല്യൂ അല്പമെങ്കിലും വ്യതിചലിച്ചായിരുന്നെങ്കിൽ to the tune of 10 raised to minus 1 by 10 raised to 34, അതായത് 10 raised to minus 34 അങ്ങോട്ടോ ഇങ്ങോട്ടോ, അതായത് 6.67 into 10 raised to minus 11 എന്ന വാല്യൂ 1 by 10 raised to 34 എന്ന വാല്യൂയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയായിരുന്നെങ്കിൽ ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് സാധ്യമല്ല. നാം കാണുന്ന the solar system would not have existed. അല്പം വ്യതിചലിച്ചായിരുന്നെങ്കിൽ the universe would, as we see it, would not be possible. Life as we know it, ഭൂമിയിൽ മാത്രമാണ് നാം ലൈഫ് കാണുന്നത്. പക്ഷെ ഭൂമിയിൽ മാത്രം ലൈഫ് കാണണമെങ്കിൽ ഭൂമിയുടെ മാത്രം ലൊക്കേഷനും അല്ലെങ്കിൽ ഭൂമിയുടെ മാത്രം സ്പേസിലുള്ള പാരാമീറ്റേഴ്സ് ഫൈൻ ട്യൂൺഡ് ആയാൽ മാത്രം പോരാ. മറ്റു ഗോളങ്ങളും മറ്റു സോളാർ സിസ്റ്റത്തിന്റെ എല്ലാ പാരാമീറ്റേഴ്സും ഫൈൻലി സ്ട്രക്ചേർഡും ട്യൂൺഡും ആണെങ്കിൽ മാത്രമേ ലൈഫ് പോസിബിൾ ആകുകയുള്ളൂ. So this constant is tuned to such precision to make life possible. ഞാൻ ഇതിനൊരു പാരലൽ ആയിട്ട് ഒരു കാര്യം പറയാം. while we are still talking about apologetics, ഈ സ്റ്റേബിൾ ഓർബിറ്റ്സിന്റെ അതേ പ്രിൻസിപ്പിൾ ആണ്
സാറ്റലൈറ്റ് ടെക്നോളജിയിൽ നാം യൂസ് ചെയ്യുന്നത്. മനുഷ്യൻ ലോഞ്ച് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ പോസിബിൾ ആകുന്നത് ഈസ് ബിക്കോസ് ഓഫ് സാറ്റലൈറ്റ് ടെക്നോളജി. ആ സാറ്റലൈറ്റിനെ സ്റ്റേബിൾ ആയിട്ടുള്ള ഓർബിറ്റുകളിലേക്ക് ലോഞ്ച് ചെയ്തിട്ട് ഇതേ പ്രിൻസിപ്പിൾ, ഈ സ്റ്റേബിൾ ഓർബിറ്റ്സ്, അതായത് ഈ സോളാർ സിസ്റ്റം ചലിക്കുന്ന അതേ പ്രിൻസിപ്പിളിൽ തന്നെയാണ് സാറ്റലൈറ്റ്സ് ഓൾസോ ഓർബിറ്റ്. നൗ ഇഫ് മനുഷ്യൻ തന്റെ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിൽ എപെക്സിൽ നിന്നുകൊണ്ട് ലോഞ്ച് ചെയ്യുന്ന ഈ സാറ്റലൈറ്റ്സ് എല്ലാ സമയം പീരിയോഡിക്കലി അതിന്റെ ഓർബിറ്റിൽ നിന്ന് മാറും. സയൻസിന്റെ കൃത്യമായ കണക്കിനാണ് ഈ ഈ ലോഞ്ചസ് ഒക്കെ ചെയ്യുന്നത്. 36,000 കിലോമീറ്റേഴ്സ് അബവ് ദി എർത്ത് സർഫേസ് കൃത്യമായിട്ട് പാരാമീറ്റേഴ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ദീസ് സാറ്റലൈറ്റ്സ് ആർ ലോഞ്ച്ഡ്. പക്ഷെ പീരിയോഡിക്കലി ഈ സാറ്റലൈറ്റ്സ് ദേ മൂവ് അവേ ഫ്രം ദെയർ ഓർബിറ്റ് and again through precise science they have to fine tune and add these correction factors to bring them back in orbit. ഞാൻ ചോദിക്കട്ടെ, ഇത്ര ശാസ്ത്രത്തിന്റെ കൃത്യമായ കണക്കിൽ ലോഞ്ച് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് പീരിയോഡിക്കലി അവയുടെ ഓർബിറ്റിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ കോടാനുകോടി വർഷങ്ങളായിട്ട് ഈ ഗോളങ്ങളും ഈ സോളാർ സിസ്റ്റമും ഈ പ്ലാനറ്റ്സും ഒന്നും അവയുടെ പാന്താവുകളിൽ നിന്നും അവയുടെ ഓർബിറ്റുകളിൽ നിന്നും വ്യതിചലിക്കാതെ കൃത്യമായിട്ട് സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഇസ് എ മിറക്കിൾ ടു ഫിസിസിസ്റ്റ്. അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ. ദ ബൈബിൾ സേസ് ഇറ്റ് വെൽ. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ഹി സെഡ് and it came to be. It is still maintaining those orbits and it is still functioning in proper sense. Although this is an apologetics talk, let me just remind you that is the God who also carries us. When we go through anxieties, when we go through fears about tomorrow, ഒരു കാര്യം ഓർക്കണം, അവൻ കൽപ്പിച്ച സോളാർ സിസ്റ്റം ഇന്നും അതേ ഓർബിറ്റിൽ ചലിക്കുകയാണെങ്കിൽ നാമും സഞ്ചരിക്കേണ്ട ഓർബിറ്റിലൂടെ തന്നെ സഞ്ചരിക്കും. He will lead us and guide us. So these fundamental constants show that the universe is finely tuned. It is finely designed for life. So the Big Bang cosmology, the evidence on fine tuning, idokke inna science nalgunna confirmation aanu. So the claim that science has disproved God is bogus and can be easily addressed by looking at the scientific discoveries of the day. The final claim from a general point of view is that religion is harmful. ഇവർ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് that മതം എന്ന് പറയുന്നത് is harmful for society. It triggers evil. ഇത് വെസ്റ്റേൺ ലോകത്തിൽ റിച്ചർഡ് ഡോക്കിൻസ് പോലുള്ള ആൾക്കാർ പല പുസ്തകങ്ങളൊക്കെ എഴുതി they attacked religion. പക്ഷെ ഇന്ന് ഡോക്കിൻസ് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം കൊടുത്ത ഒരു ഇന്റർവ്യൂല് he stated that ഇത് ബ്രോഡ് ബ്രഷ് ആയിട്ട് എല്ലാ റിലീജിയൻസിനെയും ഈ കാറ്റഗറിയിൽ പറയുവാൻ കഴിയില്ല. ഇന്ന് വെസ്റ്റേൺ ലോകത്തിൽ കാണുന്ന പല ഹീസ് despite being an atheist, he's not a fan of LGBTQ and such movements. And ഡോക്കിൻസിന്റെ വാക്കുകളിൽ LGBTQയും അതുപോലെ തന്നെ റാഡിക്കൽ ഇസ്ലാമിനെയും പോലുള്ള മൂവ്മെന്റ്സിനെ എതിർക്കുവാൻ കഴിയുന്നത് ക്രിസ്ത്യാനിറ്റിക്ക് മാത്രമാണ്. അതുകൊണ്ട് ഇത്രയൊരു, അതായത് റിലീജിയൻ പൊതുവെ ഹാംഫുൾ ആണെന്ന് പറയുന്ന ഒരു ക്ലെയിം ഈസ് എ ബ്രോഡ് ബ്രഷ് സ്റ്റേറ്റ്മെന്റ്. ക്രിസ്ത്യാനിറ്റിയെ മറ്റ് റിലീജിയൻസിനും കൂടെ പ്ലേസ് ചെയ്തുകൊണ്ട് ഇവര് മുൻപോട്ട് വെക്കുന്ന ഒരു വാദമാണ്. മറിച്ച് if you look at the history of the modern world, democracy ആണെങ്കിലും ക്യാപിറ്റലിസം ആണെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് ആണെങ്കിലും ഈ ആശയങ്ങൾക്കെല്ലാം തുടക്കമിട്ടത്, ഈ ആശയങ്ങൾക്കെല്ലാം അതിന്റെ കാരണമായി തീർന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിറ്റി is what gave us the modern world. Even when you come to ഇന്ത്യയിലും especially when you talk about സത്തി പോലുള്ള പ്രാക്ടീസസ്, കാസ്റ്റ് സിസ്റ്റം പോലുള്ള പ്രാക്ടീസസ്, ഇതെല്ലാം ഇതിൽ നിന്നെല്ലാം ഒരു ആധുനിക ഇന്ത്യ ക്രിയേറ്റ് ചെയ്തത് ക്രിസ്ത്യാനിറ്റി തന്നെയാണ്. മറിച്ച് വെൻ യു ലുക്ക് അറ്റ് ഏത്തിസം, നാസ്തികതയിലേക്ക് നോക്കുമ്പോൾ ഇവർ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ് ദാറ്റ് റിലിജൻ ഹസ് കിൽഡ്, മതം കൊന്നൊടുക്കിയിട്ടുണ്ടെന്നൊക്കെ. പക്ഷേ when you actually study the history of atheism, particularly in the 20th century, 20ാം നൂറ്റാണ്ടിൽ കോടികളെ കൊന്നു ഒടുക്കിയത് ക്രിസ്ത്യാനിറ്റിയോ മറ്റു മതങ്ങളോ അല്ല. ഇറ്റ് വാസ് ഷോർലി ഏത്തിസം. ഏത്തിസം ആണ് കമ്മ്യൂണിസം, നാസിസം, ഇറ്റലിയിൽ അണ്ടർ ഇറ്റലി ഫാഷിസം ഒക്കെ അതിനൊക്കെ ഏറ്റവും കാരണമായി തീർന്ന ഐഡിയാസ് were atheistic, were fundamentally atheistic. So this particular claim that religion is harmful for society can also be dismissed by looking at the facts that again when you come to India,
Look at the charity works, hospitals, educational institutes that Christianity has contributed to the country. So the claim that religion is harmful for the society is also not something that stands up to the facts. Finally, coming to a few claims that they raise against Christianity. Number one is that the Bible is a tribal and outdated book. ബൈബിളിനെതിരെ സാധാരണ ഇവർ ഉന്നയിക്കുന്ന ഒരു ക്ലെയിമാണ്. ഇവര് ബൈബിളിനെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും നേരെ they don't generally address the New Testament, നേരെ ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് പോയിട്ടും ഓൾഡ് ടെസ്റ്റ്മെന്റ് ലോസും ഓൾഡ് ടെസ്റ്റ്മെന്റ് പെന്റിറ്റൂക്കുമാണ് സാധാരണ ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. That these ideas in the Old Testament are tribal or outdated. പക്ഷേ when you actually look at what sociologists or historians think about the Bible, ഒരു കാര്യം ഓർക്കണം, ന്യായപ്രമാണം അല്ലെങ്കിൽ പെന്ററ്റ്യൂക്ക് നാം നോക്കുമ്പോൾ it was an extremely tribal, extremely primitive ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് പെന്ററ്റ്യൂക്ക് was put forward. And Pentateuch is not something, അല്ലെങ്കിൽ Old Testament laws are not something that is applicable to us. നമുക്ക് directly applicable ആയ laws അല്ല, മറിച്ച് ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്ത ലോസും ഡിക്റ്റംസും ആണ് what we read in the Old Testament. പക്ഷെ ആ കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും, അതായത് ആധുനികതയിലേക്ക് നയിക്കുന്ന that you find in the Pentateuch. ഇത് ഞാനല്ല പറയുന്നത്, ജോഷുവ ബെർമാൻ പോലുള്ള അറിയപ്പെടുന്ന ഏൻഷ്യന്റ് നിയർ ഈസ്റ്റേൺ ഹിസ്റ്റോറിയൻസ് അവര് മറ്റ് പുരാതനമായ മറ്റ് ലീഗൽ സ്ട്രക്ചേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അവര് ഇൻഫർ ചെയ്യുന്ന ഒരു സത്യമാണ് ദാറ്റ് ഇക്വാലിറ്റിയുടെ കൺസെപ്റ്റ് ആദ്യമായിട്ട് വരുന്നത് പെന്ററ്റ്യൂക്കിലാണ്. പെന്ററ്റ്യൂക്കിൽ പർട്ടിക്കുലർലി ഈജിപ്തിൽ നിന്ന് അടിമകളായിരുന്ന സ്ലേവ്സ് ആയിരുന്ന ഒരു കൂട്ടരെ അവിടെ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്ന് അവർക്ക് അവകാശങ്ങളും അവർക്ക് ഇൻഹെറിറ്റൻസും അവർക്ക് അധികാരവും നൽകിക്കൊടുത്ത ആദ്യ ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയുടെ ബ്ലൂ പ്രിന്റ് കിടക്കുന്നത് ബൈബിളിലാണ്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാരാണ് ദ ഫേസ് ഓഫ് ദ ഡിവൈൻ, ഓർ ദ പീപ്പിൾ, ദ മാസസ് ആർ ടു ബി സ്ലേവ്സ് ഓഫ് ദ കിങ്. ഈജിപ്തിലും ബാബിലോണിലും അന്നത്തെ സംസ്കാരങ്ങളിലെല്ലാം തന്നെ ആ ഒരു ഐഡിയ ആയിരുന്നു. പക്ഷെ മറിച്ച് നാം വെൻ യു ലുക്ക് അറ്റ് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്, ദൈവം ഒരിക്കലും ഇസ്രായേലിന് ഒരു രാജാവിനെ കൊടുക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവർ പിന്നീട് ചോദിച്ചു, ദൈവം create the society that you see in the opening books of the Bible, in the Pentateuch, is a society without a king, where each person has his own inheritance. Our idea revolutionary ആയിരുന്നു. Our idea അന്നത്തെ കാലഘട്ടത്തിൽ it was an egalitarian idea. It was an idea that protected all people, that protected women, that protected the marginalized. അങ്ങനത്തെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കാണുന്നത്. പക്ഷേ obviously in your talk I cannot address all of that in one go, but just to give you, കാരണം സാധാരണ when you talk to atheists, സാധാരണ അവർ പഴയ നിയമത്തിലെ ചില ഭാഗങ്ങളൊക്കെ റേസ് ചെയ്തുകൊണ്ടാണ് പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. പഴയ നിയമത്തിൽ നാം കാണുന്ന ലോസും അത് ദൈവത്തിന്റെ ഹിതപ്രകാരം കൊടുത്ത ലോസും ചട്ടങ്ങളും അല്ല എല്ലാം. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് if I state one, when you look at Matthew chapter 5, Matthew chapter 5 തോന്നുന്നു കർത്താവിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, when can a man divorce his wife? ആ ചോദ്യത്തിന് കർത്താവ്, when he gives the answer, കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ പ്രമാണം തന്നത് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ്, ബിക്കോസ് ഓഫ് യുവർ ഹാർഡൻഡ് ഹാർട്ട്സ്. ആരാ പറയുന്നത്? സാക്ഷാൽ യഹോവയുടെ അല്ലെങ്കിൽ ദി ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അവർ ആരാധിച്ച അതേ ദൈവത്തിന്റെ റിവീൽഡ് ഇമേജ് ആയിട്ട് അതേ ദൈവം തന്നെ, ആ ദൈവത്തിന്റെ ബിഹാഫിൽ തന്നെയാണ് കർത്താവ് പറയുന്നത്. You have heard, when you read Matthew chapter 5, അതിൽ ഓരോ ന്യായപ്രമാണത്തിലെ ഓരോ ലോയും എടുത്തിട്ട് കർത്താവ് തന്നെ അതിനെ റീഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. You have heard it said that you shall not commit adultery, but I say unto you, you shall not even objectify a woman. So you will see that kind of a pattern in Matthew chapter 5. In essence, the Old Testament was a blueprint for an egalitarian society in that day and that age, but it was not something, or it is not something that is applicable today. ആ ന്യായപ്രമാണത്തിൽ കാണുന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും ഒന്നും ഇന്ന് ഡയറക്ട്ലി ക്രിസ്ത്യൻസിന് ആപ്ലിക്കബിൾ അല്ല. ദാറ്റ് ദ ഫുൾഫിൽമെന്റ് വി സീ ഇൻ ദി മൊറാലിറ്റി ദാറ്റ് വി സീ ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ട് ഇത്രയും വാദങ്ങൾ ഇവർ ഉന്നയിക്കുമ്പോൾ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ടു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ മാത്രം യു വിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ. യു വിൽ ഹാവ് ടു സ്റ്റഡി ഇറ്റ് യുവർ സെൽഫ്, യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ് യുവർ സെൽഫ്. ബട്ട് in a nutshell,
you have to understand Old Testament biblical passages in their context. Number two, again, Christianity kedire specifically ivaru unnayikkunna oru vaadamanu that Jesus Christ is a myth. യേശു ക്രിസ്തു ഒരു മിഥ്യയാണെന്ന്. ഞാൻ നേരത്തെ ഇതിനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു പോയി. ഒരു ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള ആരും തന്നെ അങ്ങനത്തെ ഒരു വാദം മുൻപോട്ട് വെക്കാറില്ല ദാറ്റ് യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്ന് തന്നെയാണ് ഇന്നത്തെ വെർച്വലി ഓൾ ഹിസ്റ്റോറിയൻസ് അഗ്രി. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഏത് ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെ പറ്റിയുള്ള പ്രൈമറി സോഴ്സസ്, ചരിത്രത്തിൽ ഒരു വ്യക്തി ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം നാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ പറ്റിയുള്ള ഈവൻസ് ഇൻഫർ ചെയ്യാൻ നാം യൂസ് ചെയ്യുന്നത് അവരെ കണ്ടവരും അവരെ കേട്ടവരുടെയും ടെസ്റ്റിമണിയാണ്, അവർ എഴുതി വെച്ച കാര്യങ്ങളാണ്. Alexander the Great, let's compare a very well known historical figure. Alexander the Greatനെ പറ്റിയുള്ള നമ്മുടെ ഫസ്റ്റ് പ്രൈമറി സോഴ്സ് കിടക്കുന്നത് അലക്സാണ്ടർ മരിച്ചു കഴിഞ്ഞിട്ട് 400-500 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. That we have the first written documents about Alexander. But when you compare that to Christ, യേശു ക്രിസ്തു ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ അവനെ നേരിട്ട് കണ്ടവരും അവനെ നേരിട്ട് അറിഞ്ഞവരും എഴുതിയ പുസ്തകങ്ങളാണ് സുവിശേഷങ്ങൾ. And then you have the letters of Paul, and then you have the writings outside the Bible, right? ജോസീഫസും ടാസിറ്റസും പോലുള്ള അടുത്ത 100 വർഷത്തിനുള്ളിൽ തന്നെ ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ട് നിന്ന ആൾക്കാർ പോലും യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ പറ്റി രേഖപ്പെടുത്തുന്നുണ്ട്. So the data that we have is pretty strong that Jesus was a historical person. Adu matramalla, not just that he was a historical person, he was God himself. He died and rose again on the third day. Again, this is something that historians have a consensus on. Not that യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന് എതിരെ വാദിക്കുന്ന ഹിസ്റ്റോറിയൻസ് ഒരുപക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റില്ല എന്ന് വാദിച്ചാൽ പോലും അവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്, ക്രൂശീകരണം കഴിഞ്ഞ് കർത്താവിനെ അടക്കിയതിനു ശേഷം after 3 days that tomb was found to be empty. The followers of Jesus reported to have seen him face to face. ഈ ഒരു കാര്യം ആരും തന്നെ ഡിനൈ ചെയ്യുന്നില്ല. And then you have the fact that Christianity ആദ്യത്തെ 2 സെഞ്ചുറിയിൽ വളരെയധികം പീഡനത്തിൽ കൂടെ കടന്നുപോയിട്ട് പോലും Christianity grew at an alarming fast rate through the first 2 centuries. So ഇന്നത്തെ യേശു ക്രിസ്തുവിനെ പറ്റി പഠിക്കുന്ന ഹിസ്റ്റോറിയൻസ് ജനറലി അഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്, യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു 3-ാം ദിവസം യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ after the 3rd day there was a public testimony that claimed that they saw him alive, and the church also grew at an alarming rate. So I mean, there are some more claims that I wanted to address, but in the interest of time I will wind up by saying this. New atheism, നവനാസ്തികത കേരളത്തിൽ മുൻപോട്ട് വെക്കുന്ന ഈ ഇത്തിരി ആരോപണങ്ങളും ഇത്തിരി ക്ലെയിംസും is something that ഇവർ സാധാരണ പറയുന്ന ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഇവർ ഒരു സൈറ്റേഷനോ ഒരു റെഫറൻസോ ഒരു അക്കാഡമിക് ആയിട്ടുള്ള യാതൊരു ഫുട് നോട്ടോ കൊടുക്കാതെയാണ് സംസാരിക്കുന്നത്. മറിച്ച് if you are interested and if you explore further in Christianity, we can put our heads up and say that I am a Christian because the scientific data points to a God. I am a Christian because the philosophical arguments, they point to God. And most of all, I am a Christian because the historical evidence is clear and firm that Jesus was the Son of God. Avan marichu adakkappettu 3-ാം ദിവസം he came back to life. May God bless you with these words. Thank you.
ആഹ് ആഹ് ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാവർക്കും ഞാൻ യുവയുടെ പേരിൽ നന്ദി പറയുകയാണ്. അതുപോലെ ഇങ്ങനെ ഒരു ഡിസ്കഷൻ, നമ്മുടെ ടോക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്ത ആഷർ ബ്രദറിനും ഞാൻ നന്ദി പറയുകയാണ്. ആഷർ ബ്രദർ ഒരു ഓപ്പൺ എൻഡിങ്ങോട് കൂടിയാണ് നമ്മുടെ ഈ ടോക്ക് നിർത്തിയത്. അത് ഒരു വാതില് നമുക്ക് മുമ്പിൽ തുറന്നു തരികയാണ് ചെയ്തത്. ആഷർ ബ്രദറിന് ഞാൻ നന്ദി പറയുന്നു. ഇനി നമുക്കുള്ളത് ഡിസ്കഷൻസിന്. ആഷർ ബ്രദർ നമ്മളോട് ഉണ്ട്. അപ്പം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ആഷർ ബ്രദർ നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഒരു ഓപ്പൺ ഡിസ്കഷൻ ആണ് നമ്മൾ ഇനിയുള്ള സമയം പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഷർ ബ്രദറിനോട് ചോദിക്കാം. ഞാൻ ജോയ് ഡേവിഡ്. ഇറ്റ് വാസ് എൻ എക്സലന്റ് ടോക്ക്. വളരെ ക്ലിയർ ആയിരുന്നു. സംശയമൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. കൂടുതൽ വളരെ നന്നായിട്ട് 1 മണിക്കൂർ കൊണ്ട് അത് പ്രസന്റ് ചെയ്തു. ദൈവത്തിന് നന്ദി. ആഷറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈ മാർപ്പാപ്പ തീയിസ്റ്റിക് ഇവല്യൂഷൻ അല്ലെങ്കിൽ മാർപ്പാപ്പ ഏകദേശം ആ തരത്തിലാണല്ലോ ഇപ്പൊ പറഞ്ഞത്. പരിണാമം വഴിയാണ് 1 ദിവസം 7 ദിവസം കൊണ്ടല്ല 6 ദിവസം കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞ പുതിയൊരു ചർച്ച നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് മെൻഷൻ ചെയ്താൽ നല്ലതായിരിക്കില്ല. അതൊരു ഇറ്റ്സ് എ വെരി വാസ്റ്റ് ടോപ്പിക് ആണ്. തീയിസ്റ്റിക് എവല്യൂഷൻ പോലുള്ള, കാരണം തീയിസ്റ്റിക് എവല്യൂഷനിൽ തന്നെ പല ഐഡിയാസും വിത്തിൻ തീയിസ്റ്റിക് എവല്യൂഷൻ ഉണ്ട്. സം ഐഡിയാസ് ആർ കമ്പാറ്റബിൾ വിത്ത് ജെനസിസ്, സം ആർ നോട്ട്. ജെനസിന്റെ ഇന്റർപ്രിട്ടേഷൻസുമായിട്ട്. കാരണം ചില, എനിക്ക് തോന്നുന്നു, വ്യൂസ് ആർ കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റിംഗ് ദ വർക്ക് ഓഫ് എ ക്രിയേറ്റർ. മറിച്ച് ചില വ്യൂസ് ദൈവം എവല്യൂഷണറി ആയിട്ടുള്ള പ്രോസസ്സ്, അതായത് എവല്യൂഷണറി നാം കാണുന്ന സീക്വൻസിൽ തന്നെ ദൈവം ക്രിയേറ്റ് ചെയ്തു എന്ന രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് വിച്ച് ആർ ഐ തിങ്ക് കൺസിസ്റ്റന്റ് വിത്ത് ജെനസിസ്. കാരണം ഈവൻ ബിഫോർ ഡാർവിന് മുമ്പ് ജോൺ വെസ്ലിക്ക് മുൻപ് അഗസ്റ്റിൻ പോലുള്ള ചർച്ച് ഫാദേഴ്സ് തന്നെ നാച്ചുറൽ പ്രോസസ്സ് വഴി ദൈവം ക്രിയേറ്റ് ചെയ്തു എന്നൊരു ഇന്റർപ്രിട്ടേഷൻ ജെനസിസിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇന്റർപ്രിട്ടേഷനുമായിട്ട് ചില വ്യൂസ് കൺസിസ്റ്റന്റ് ആണ്. പക്ഷെ തീയിസ്റ്റിക് എവല്യൂഷനിൽ വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, പല തീയിസ്റ്റിക് എവല്യൂഷൻ ആ വ്യൂ എടുക്കുന്ന പലരും ദൈവം ആ പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഒരു സ്പെക്ടേറ്ററായി മാറി നിൽക്കുന്നു എന്നൊരു വ്യൂ ഉണ്ട്, വിച്ച് ഐ തിങ്ക് ഇസ് എ ലിറ്റിൽ പ്രോബ്ലമാറ്റിക്. പക്ഷെ എവല്യൂഷണറി സീക്വൻസ് വഴി ദൈവം മറ്റ് മൃഗജാലങ്ങളെ സൃഷ്ടിക്കുകയും മനുഷ്യനെ ഡയറക്ട്ലി സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന വ്യൂ ഐ തിങ്ക് ഈസ് കൺസിസ്റ്റന്റ് ഓർ നോട്ട് വെരി പ്രോബ്ലമാറ്റിക് വിത്ത് ജെനസിസ്. താങ്ക് യു. നമുക്കൊരു ക്വസ്റ്റ്യൻ ചാറ്റിൽ വന്നിട്ടുണ്ട്. വാട്ട് ഇസ് യുവർ ടേക്ക് ഓൺ ബോട്ട് ഹെർമാൻസ് പോയിന്റ് അബൌട്ട് ജീസസ് റിസറക്ഷൻ? Whose point? Bart Ehrman's. Yeah. Bart Ehrman, അതായത് ചോദിക്കുന്ന വ്യക്തിക്ക് if they can come on audio and clarify what particularly about Bart Ehrman's point ആണ് അഡ്രസ് ചെയ്യേണ്ടത്, that would be helpful. കാരണം ബാർട്ട് എർമൻ ഒരു റൈവൽ തിയറി മുൻപോട്ട് വെക്കാത്ത ഒരു ഹിസ്റ്റോറിയൻ ആണ്. ഓഡിയോ അൺമ്യൂട്ട് ചെയ്തിട്ട് what about his view is അല്ലെങ്കിൽ പിന്നെ ഞാൻ ജനറൽ ആയിട്ട് I can address that.
എഴുതിയിട്ടാളില്ലേ ജോയില്? ഞാൻ പേര് മെൻഷൻ ചെയ്യണോ? ബ്രദർ ജനറൽ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതിയാവും, മെയിൻ ആയിട്ടുള്ള. Okay, fine. See, Bart Ehrman is one historian who, അതായത് യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് അവനെ ശിഷ്യന്മാരും സ്ത്രീകളും നേരിട്ട് കണ്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം എർമാൻ അംഗീകരിക്കുന്നു. എന്നിട്ട് സോ ഓൾ ഓഫ് ദീസ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, 3 ദിവസം കഴിഞ്ഞ കല്ലറ ശൂന്യമായിരുന്നു, പലരും അവനെ നേരിട്ട് കണ്ടു എന്നുള്ള കാര്യം. പിന്നെ അത് മാത്രമല്ല, ക്രിസ്ത്യാനിറ്റി സ്റ്റാർട്ടഡ് ഗ്രോയിങ്. ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ പല പട്ടണങ്ങളിലും സഭകളും മൂവ്മെന്റ് ആയിട്ട് അത് സ്ട്രോങ് ആയിട്ട് വളർന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ എർമാൻ അംഗീകരിക്കുന്നു. ഇടയ്ക്ക് ബാർട്ട് എർമാൻ ഹാഡ് മൂവ് ടു, സോ ഐ വിൽ കം ടു ദാറ്റ് ലേറ്റർ. പക്ഷെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്ലെയിംസ് ഒക്കെ അല്ലെങ്കിൽ ഫാക്ട്സ് എർമാൻ അംഗീകരിക്കുമ്പോൾ പോലും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ബദലായിട്ട് അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനുള്ള ഒരു ക്ലെയിം, ഒരു തിയറി എർമാൻ മുൻപോട്ട് വെക്കുന്നില്ല. സാധാരണ എർമാന്റെ ഡിബേറ്റുകളെല്ലാം തന്നെ നിങ്ങൾ നോക്കിയാൽ ബാർട്ട് എർമാൻ മിറക്കിൾസിനെതിരെ, അതായത് അത്ഭുതങ്ങൾക്കെതിരെ ഒരു ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ് ആണ് വെക്കുന്നത്. അതായത് മിറക്കിൾസ് ആർ ഇമ്പോസിബിൾ. ഏതൊരു തിയറി എടുത്താൽ പോലും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന തിയറി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? മിറക്കിൾസ് ആർ ഇമ്പോസിബിൾ. അവിടെ തന്നെ ഒരു സർക്കുലർ റീസണിങ് ആ വരുന്നത്. അതായത് ദിസ് മിറക്കിൾ ഇസ് ഇമ്പോസിബിൾ ബിക്കോസ് മിറക്കിൾസ് ആർ ഇമ്പോസിബിൾ. അപ്പം യു ആർ ഓൾറെഡി ഡിസ്കാർഡിംഗ് ദ പോസിബിലിറ്റി ഓഫ് മിറക്കിൾസ് ഈവൻ ബിഫോർ യു ലുക്ക് അറ്റ് ദ ഡേറ്റ. ആ എവിഡൻസ് നോക്കുന്നതിന് മുൻപ് തന്നെ അതിന്റെ കൺക്ലൂഷൻ മിറക്കിൾ ആണെന്നുള്ള ഒരു കൺക്ലൂഷൻ ആദ്യം തന്നെ അതിനെ അങ്ങ് ഡിസ്കാർഡ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഹി ഡസ്. ഇടയ്ക്ക് അദ്ദേഹം ഒരു തിയറി ആയിട്ട് മുൻപോട്ട് വന്നായിരുന്നു. അതായത് യേശുക്രിസ്തുവിന്റെ ബോഡി മരിച്ച്, ജനറലി സ്പീക്കിംഗ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെതിരെ വാദിക്കുന്നവരുടെ ഇടയിൽ ഇന്ന്, എതിരെ വാദിക്കുന്ന ചരിത്രകാരന്മാരുടെ ഇടയിൽ ഇന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഹാലൂസിനേഷൻ തിയറിയാണ്. അതായത് യേശുക്രിസ്തുവിനെ അവര് ഹാലൂസിനേറ്റ് ചെയ്യുകയായിരുന്നു. അവർ കണ്ടു എന്നത് സത്യമാണ്, ആ കണ്ടത് അവർ വിശ്വസിക്കുകയും ചെയ്തു, ദാറ്റ് ദേ സോ ദ റിസൺ ജീസസ്. പക്ഷെ അവർ കണ്ടത് ഒരു ഹാലൂസിനേഷൻ മാത്രമാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നത്, അങ്ങനെ ഹാലൂസിനേറ്റ് ചെയ്യുകയാണെങ്കിൽ there's only one thing that you need to do. You just have to go and knock at the grave, right? ഗ്രേവ് തുറന്നിട്ട് അതിനുള്ളിൽ ബോഡി ഉണ്ടെങ്കിൽ അത് ഹാലൂസിനേഷൻ മാത്രമാണെന്ന് they can infer, and that's the end of the story. മറിച്ച് അപ്പൊ അങ്ങനത്തെ ഒരു പ്രോബ്ലം ആ ഒരു വ്യൂവിന് വരുന്നുണ്ട്. ബാർട്ട് എർമാൻ പ്രപ്പോസ് ചെയ്തത്, അകത്ത് പോയി നോക്കാൻ അകത്ത് ബോഡി ഇല്ലായിരുന്നു, ഇവരെ ഹാലൂസിനേറ്റ് ചെയ്തു, അകത്ത് ബോഡി ഇല്ല. കാരണം യേശുക്രിസ്തുവിന്റെ ബോഡി ഒരുപക്ഷെ പ്രോപ്പർ ബറിയൽ കിട്ടിക്കാണത്തില്ല. കാട്ടുനായ്ക്കളൊക്കെ മൈറ്റ് ഹാവ് ഈറ്റൺ അപ്പ് ദ ബോഡി. കാരണം ക്രൂശിലാക്കുന്ന പല വിക്ടിംസും they would not get proper burial. That is a fact during the Roman times. പക്ഷേ പല ആർക്കിയോളജിക്കൽ ഡിസ്കവറീസ്, ലൈക്ക് ദ ഡിസ്കവറി ഓഫ് യോഹന്നാൻസ് ഹീൽ ബോൺ, ക്രൂശിക്കപ്പെട്ട ഒരു വിക്ടിമിന്റെ ഹീൽ ബോൺ വാസ് ഫൗണ്ട് ഇൻ എൻ ജൂവിഷ് ഓസ്റ്റുവറി. ഒരു ജൂവിഷ് ടൂമിനകത്ത് അടക്കിയ ഒരു ബോഡിയുടെ ഹീൽ ബോൺ വിത്ത് the nail pierced through was discovered. So there are archaeological confirmation that exceptions ഉണ്ടായിരുന്നു. ജനറലി ക്രൂശിലാക്കുന്ന വിക്ടിംസിന് അടക്കം കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ പോലും അങ്ങനത്തെ ഒരു ഡിമാൻഡ് വെച്ചാൽ ദ റോമൻസ് വുഡ് അലൗ. അങ്ങനെ നോക്കുമ്പോഴത്തേന് ഗോസ്പൽ പറയുന്ന നാരേറ്റീവ് ദാറ്റ് ജോസഫ് ഓഫ് അരിമത്തിയ ആൻഡ് നിക്കോഡിമസ് they placed a request and they were able to get the body and they engraved it എന്ന് പറയുന്നത് കൃത്യമായിട്ടും അന്നത്തെ ആർക്കിയോളജിക്കൽ ഡേറ്റ ആയിട്ട് കൺസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ജോഡി മാഗ്നസ്, ബാർട്ട് എർമാന്റെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ആർക്കിയോളജിസ്റ്റ് ആണ്. പുള്ളിക്കാരത്തി ക്രിസ്ത്യൻ അല്ല. പുള്ളിക്കാരത്തി തന്നെ ബാർട്ട് എർമാന് എതിരെ വളരെ ശക്തമായിട്ട് ബാർട്ട് എർമാന് ഈ പുള്ളിക്കാരത്തിന്റെ എക്സ്പെർട്ടീസ് ഈസ് ഇൻ ഫസ്റ്റ് സെഞ്ചുറി ജൂവിഷ് ബറിയൽസ്. അതാണ് പുള്ളിക്കാരത്തിന്റെ ഡൊമൈൻ തന്നെ. പുള്ളിക്കാരത്തി തന്നെ പല ആർട്ടിക്കിൾസിലും
ജേർണൽ ആർട്ടിക്കിൾസിലൊക്കെ കൃത്യമായിട്ട് വാട്ടർമാൻ പോലുള്ള ഇത്തിരി വ്യൂസിനെ ഡിബങ്ക് ചെയ്തിട്ടുണ്ട്. അത് യാതൊരു തെളിവില്ലാതെ ഇവർ മുമ്പോട്ട് വെക്കുന്നതാണ്. പക്ഷേ യേശു ക്രിസ്തുവിന്റെ ബോഡി വാസ് ബറീഡ് എന്ന കാര്യം is clearly consistent with the archaeological data. There is no contrary evidence. ഇവിടെ എല്ലാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെതിരെ വാദിക്കുന്ന ഹിസ്റ്റോറിയൻസ് മുൻപോട്ട് വെക്കുന്ന തിയറീസ് ആണ്, അതിന് എവിഡൻസ് ഇല്ല. ഹാലൂസിനേഷൻ ഉൾപ്പെടെ തിയറിയാണ്, അതിന് എവിഡൻസ് ഇല്ല. മറിച്ച് the best inference, the best explanation that we have for the historical data is that Jesus rose from the dead. നവനാസ്തികതയെ പറ്റി പറഞ്ഞതുകൊണ്ട് ആണല്ലോ നാം ഇന്ന് സംസാരിച്ച. സോ വി ക്യാൻ ഓൾസോ പ്രൗഡ്ലി സേ ദാറ്റ് ഞങ്ങളെ പോലുള്ള പല അപ്പോളജറ്റിക്സിലുള്ള പല വ്യക്തികളും ഈ നവനാസ്തികരെ യേശുക്രിസ്തുവിന്റെ റിസറക്ഷനെ പറ്റി പബ്ലിക്കായിട്ട് ഒരു ഡിബേറ്റിന് ക്ഷണിച്ചിട്ട് they have not come forward. The reason is also very clear because the evidence points that way. Thank you. ആഷിഷ് ബ്രദർ, ഒരു ചോദ്യം കൂടെ ഉണ്ട്. Where do you think and why in a logical sense do you think Waterman in particular and agnostic, atheistic historians and apologetics step away from Christianity? അതുപോലെ തന്നെ ആ വ്യക്തിയുടെ തന്നെ അടുത്ത ചോദ്യങ്ങളാണ്. Keeping aside the argument that God is not a creation, how do we claim the more complex God above complex universe, the cosmic egg? അതുപോലെ മൂന്നാമത്തെ ചോദ്യം. One at a time. So maybe first ചോദ്യം. Second question clear അല്ല. So maybe first question address ചെയ്തിട്ട് second questionലേക്ക് പോവാം. Okay. First question, I mean, I cannot psychoanalyze the historians, right? What exactly makes them go away from Christianity? പക്ഷേ ഇതൊരു തെറ്റായ ധാരണയാണ് ദാറ്റ് ഈ അക്കാഡമിക് ആയിട്ടും അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആയിട്ടോ ഹിസ്റ്റോറിയൻസ് ആയിട്ടോ ഒക്കെ ഉള്ള ആൾക്കാർ അവർക്കെല്ലാം അറിയാം, അവരുടെ അറിവിന്റെ ആധിക്യം കൊണ്ടാണ് അവർ ഏത്തിസ്റ്റുകളാകുന്നുള്ളത്. sociologically can be disproved. That is not the reason why you believe what you believe, right? It need not be intellectual reasons why you choose to disbelieve in God. അതുകൊണ്ട് വാട്ടർമാൻ ആകട്ടെ, മറ്റ് ഹിസ്റ്റോറിയൻസ് ആകട്ടെ, ഫിലോസഫേഴ്സോ സയന്റിസ്റ്റോ ആകട്ടെ, അവര് വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നതിന്റെ കാരണം അവർ പഠിച്ച സയൻസോ അവർ പഠിച്ച ഹിസ്റ്ററിയോ ഒന്നും അല്ല. They might have their own personal struggles or they might have their own moral reasons not to be a Christian. So I can't comment on why exactly certain people, but I can also say this, that there are people who have studied the evidence and come to Christ. There are so many scientists and even historians. Gary Habermas ആണ് ഒരുപക്ഷെ ഇന്ന് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പറയുമ്പോൾ അത് ഡിഫെൻഡ് ചെയ്യുന്ന ഹിസ്റ്റോറിയൻസിന്റെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഗ്യാരി ഹാബർമാസ് ആണ്. ഗ്യാരി ഹാബർമാസ് വിശ്വാസത്തിൽ നിന്ന് ഓൾമോസ്റ്റ് പോയി ഒരു ബുദ്ധിസ്റ്റ് ആയ ഒരാളാണ്. അവിടെ നിന്ന് അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള എവിഡൻസ് പഠിച്ച് ആ എവിഡൻസിന്റെ പുറത്ത് ക്രിസ്ത്യൻ ആയ വ്യക്തിയാണ് Gary Habermas. And there are historians like Pinchas Lapid മരിക്കുമ്പോഴും ഒരു ക്രിസ്ത്യാനി ആയില്ല, അദ്ദേഹം ഒരു ഇസ്രായേലി ചരിത്രകാരനായിരുന്നു. ചില വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം he passed away. പക്ഷെ അദ്ദേഹം എവിഡൻസിന്റെ പുറത്ത്, being a historian, he came to the conclusion that Jesus rose from the dead, although he did not turn to be a Christian. So യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഒരാൾ കൺവിൻസ്ഡ് ആയാൽ പോലും അദ്ദേഹം ക്രിസ്ത്യാനി ആകണമെന്നുമില്ല. But the evidence can still can convince a person. Yeah. Thank you, brother. Second question. Keeping aside the argument that God is not a creation, how do we claim the more complex God above complex universe, the cosmic egg? How can we claim എന്നാണ് ചോദിച്ചേ? How do we claim the more complex God above complex universe? എനിക്ക് ആ ക്വസ്റ്റ്യൻ ആക്ച്വലി ക്ലിയർ അല്ല. Keeping aside the argument that God is not a creation, how do we claim the more complex God? പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഗോഡ് എന്ന് പറയുന്ന അത് തന്നെ നമുക്ക് ഈവൻ സയൻസിനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത പോലെ തന്നെ, അല്ല, യൂണിവേഴ്സിനെ നമുക്ക് മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടാണ് ദൈവത്തെ മനസ്സിലാക്കാൻ. അത് ആ ക്വസ്റ്റ്യൻ
I think what the person is asking that ദൈവം ഒരു ക്രിയേഷൻ അല്ല എന്ന് പറഞ്ഞാൽ പോലും കോംപ്ലക്സ് ആയ യൂണിവേഴ്സിന് ദൈവം ഒരു കാരണം വേണമെങ്കിൽ കോംപ്ലക്സ് ആയ ഒരു ദൈവത്തിന് കാരണം അതാണ് ചോദിക്കുന്നത്. I'm not. അദ്ദേഹം കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു അതിനെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കീപ്പിംഗ് അസൈഡ് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത്. ഗോഡ് ബിബ്ലിക്കൽ ഗോഡ് ഇസ് കോംപ്ലക്സ് എന്ന് പറയാൻ ഇല്ല. First of all, okay, from what I understand is asking for a complex universe. Why do we need a complex God? I'm assuming that if it is not the case, then please unmute ചെയ്ത് ചോദിക്കാം, discuss ചെയ്യാം, that is fine. First of all, the notion that God is complex is not true. In theology there is the concept of divine simplicity. ദൈവം ഒരു പല കമ്പോണൻസ് കൂടെ ചേർന്ന് വെക്കുന്ന ഒരു എൻറ്റിറ്റി അല്ല. അതുകൊണ്ട് തന്നെ ദൈവത്തെ പറ്റി പറയുമ്പോൾ ലാംഗ്വേജും പരിമിതമാണ്. ദൈവം ഗോഡ് എക്സിസ്റ്റ് എന്നൊക്കെ പറയുന്നത് തന്നെ some theologians say that is itself a wrong phrase. കാരണം എക്സിസ്റ്റൻസ് തന്നെ is grounded on God, any existence. So that's like, but for lack of a better vocabulary, we have to say that God exists, or we use words like that. പക്ഷേ ഈ യൂണിവേഴ്സിന്റെ പിന്നിലുള്ള ഒരു കോംപ്ലക്സ് സ്ട്രക്ചറോ ഒരു എൻറ്റിറ്റിയോ പല കമ്പോണൻസിന്റെ ഒരു ഗ്യാതറിങ്ങോ അല്ല ദൈവം. ദൈവം എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ, സ്പേസ്ലെസ്, ടൈംലെസ്, സിമ്പിൾ എൻറ്റിറ്റിയാണ്. റൈറ്റ്? ഹി ഈസ് an entity that is not a made up. കാരണം കോംപ്ലക്സിറ്റി വരുന്നത് when you have an engineering to it. But God is not an entity that exists in many parts. എല്ലാ പാർട്സും കൂടെ കമ്പൈൻഡ് ആയ ഒരു എൻറ്റിറ്റി അല്ല ദൈവം. ദൈവം ഇൻഹെറന്റ്ലി സിമ്പിൾ, നോൺ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വൺ ബീയിങ്, വൺ പേഴ്സൺ, നോട്ട് വൺ പേഴ്സൺ ബട്ട് വൺ എൻറ്റിറ്റി ആണ് ദൈവം. സോ കോംപ്ലക്സിറ്റി only comes when you're talking about an engineered entity, which God is not. Third question. Thank you, brother. The third question. What's your take on John Walton's interpretation of Genesis 1 in his book, The Lost World of Genesis 1, comparing and studying the writings of other world, early world? John Walton's views are, നേരത്തെ ഒരു question when it came to about theistic evolution. John Walton is a very good theologian per se when it comes to Genesis. അദ്ദേഹത്തിന്റെ വ്യൂ is more from a functional creation. ഈ ജെനസിസ് 1 നാം വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജെനസിസ് 1 ഒരു സയന്റിഫിക് അക്കൗണ്ട് അല്ല. ദൈവം ഒരു സയന്റിഫിക് അക്കൗണ്ട് കൊടുക്കുവാനും ബൈബിളിലൂടെ സയൻസ് പഠിപ്പിക്കാനുള്ള ഒരു ഇന്റൻഷൻ God never had, right? പക്ഷെ അന്നത്തെ സയൻസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന, നമുക്കറിയാം ഈ ജെനസിസ് എഴുതുന്നയാള് മോശയാണ്. അന്നത്തെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച ആളാണ് മോശ. മോസസിന് അന്നത്തെ തിയറീസ്, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ പറ്റിയുള്ള തിയറീസ് ഒക്കെ ആദ്യം ദേവന്മാർ were created and then ഈ ദേവന്മാര് ആലോചിച്ച് അല്ലെങ്കിൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയൊക്കെയാണ് യൂണിവേഴ്സ് ഇസ് ക്രിയേറ്റഡ്. അങ്ങനെ പല തിയറീസും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം വിപരീതമായിട്ട് ദൈവം ക്രിയേറ്റഡ് അല്ല, ദൈവമാണ് സൃഷ്ടിച്ചത്. God created the universe. ദൈവം and God created all of natural reality. God created man in his own image and man is the prime of creation. ഈ കോർ തിയോളജിക്കൽ ഐഡിയാസ് ആണ് ജെനസിസ് 1 കൺവേഡ് ആയിരിക്കുന്നത്. അതൊരു പോയറ്റിക് രീതിയിൽ, നിങ്ങൾ ആ ജെനസിസ് 1 വായിക്കുവാണെങ്കിൽ ഒരു ഹീബ്രു പോയിട്രിയുടെ രീതിയിലാണ്. ഓൺ ദ ഫസ്റ്റ് ഡേ, ഓൺ ദ സെക്കൻഡ് ഡേ, ഓൺ ദ തേർഡ് ഡേ, and then there is repetition. There was morning and evening the first day, there was morning and evening the second day, there was morning and evening, and then there's repetition. Let there be, and God said let there be, and God said let there be. So അതൊരു പോയറ്റിക് സ്ട്രക്ചറിലാണ് ജെനസിസ് 1 കിടക്കുന്നത്. ഇറ്റ് ഈസ് കണ്ടെയ്നിങ്, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹൗ ക്വസ്റ്റ്യൻ ആൻസർ ഇസ് നോട്ട് ബീങ്, അതായത് ഇതിന്
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മീം ഞാൻ ഇടയ്ക്ക് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. God said, let there be light, and then there was the entire light's equation, mathematics. ആ മാത്തമാറ്റിക്സ് ലൈറ്റ് സൃഷ്ടിക്കപ്പെടുമ്പോൾ ലൈറ്റിന്റെ വേഗതയും ആ മാത്തമാറ്റിക്സും എല്ലാം ജെനസിസ് 1 എഴുതി വെച്ചായിരുന്നെങ്കിൽ അത് എഴുതുന്ന മോസസിന് മനസ്സിലാകത്തില്ല, അത് വായിക്കുന്ന അന്നത്തെ ജനത്തിനും ആ ഒരു കാര്യം they will not understand. ബൈബിൾ വായിക്കുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ബൈബിളിലുള്ള എല്ലാ പുസ്തകങ്ങളും they were not written to us, they are written for us. They were written to the audience of that day, right? The letter to Corinthians were written to the church in Corinth. The letter to Romans were written to the church in Rome. The book of Genesis is written to the Hebrew or the Israelites thousands of years ago, but it is also written for us, right? അപ്പൊ അതിന്റെ ഇമീഡിയറ്റ് അത് ആദ്യം വായിക്കുന്ന ഓഡിയൻസിന് ഒരിക്കലും അതിന്റെ അവർക്ക് ആ സയൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അല്ല ജെനസിസ് 1 എഴുതുന്നത്. പക്ഷെ ജെനസിസ് 1 പറയുന്ന കോർ reality that God created all of this, that is what Genesis conveyed. അത് മാത്രമല്ല അന്നത്തെ തിയറീസിനെ എല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ്, അങ്ങനെയല്ല സൂര്യനും ചന്ദ്രനും ഒന്നും they are not gods, മറിച്ച് ദൈവമാണ് സൃഷ്ടിച്ചത്. ദൈവത്തിനൊരു സൃഷ്ടാവില്ല. In the beginning God created, God is before it. അത് മാത്രമല്ല ഇന്ന് നാം സയന്റിഫിക്കലി എത്തി വന്ന് നിൽക്കുന്നതും is that same sequence, that disorder നിന്ന് the order came, right? From the randomness order came. Even if you talk from an evolutionary point of view, evolutionary point of the universe, or the evolutionary point of view of biological design, ഇതെല്ലാം പറയുന്നത് ഡിസോർഡറിൽ നിന്ന് ഓർഡർ വന്നു. അത് when you look at Genesis 1 ആദ്യത്തെ വാക്കുകൾ നോക്കുമ്പോഴത്തേന് it was purely a disorderness, it was purely randomness. അവിടെ നിന്നാണ് ഓർഡർ വന്നുള്ള ആ സത്യം is contained there. പക്ഷെ സയൻസ് ബൈബിളിനെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബൈബിളിനെ ഒരു സയന്റിഫിക് ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് എടുക്കുന്നത് that is not right, that is a disservice to the literature as well. കാരണം സയന്റിഫിക് ഫിസിക്സ് പഠിപ്പിക്കാനോ കോസ്മോളജി പഠിപ്പിക്കാനോ ബയോളജി പഠിപ്പിക്കാനോ വേണ്ടി അല്ല ബൈബിള് was written, but the Bible contains the truth that God created. How that happened is outside. So John Walton poലുള്ള theologians, they give John Walton's idea is particularly of functional creationism. അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ആ ബിൽഡിങ്ങിന് അവസാനമായിട്ട് അല്ലെങ്കിൽ അതൊരു ഹോട്ടലായിട്ട്, if you're converting that to a hotel, when you make or when you label it a hotel, that is when you give it that function, that is when it actually is created. ഇപ്പൊ ഒരു സപ്പോസ് ഞാൻ ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുകയാണ്, ആ ബാറ്റ് ഷേപ്പ് ആക്കി എല്ലാം റെഡി ആക്കി കഴിഞ്ഞിട്ട് ആ തടി എപ്പോഴാണ് ബാറ്റ് ആവുന്നത്? തടിയെടുക്കുമ്പോൾ അത് ബാറ്റ് അല്ല, ഏതോ ഒരു പോയിന്റിലാണ് അതിനെ ഒരു ബാറ്റ് എന്ന് വിളിക്കുക. അത് നോട്ട് എ പീസ് ഓഫ് വുഡ്. നൗ ഐ ക്യാൻ കോൾ ഇറ്റ് എ ക്രിക്കറ്റ് ബാറ്റ് when the function is given. So John Walton views is basically that God in Genesis, what you basically see is that God is giving the created entities function കൊടുക്കുന്ന ഒരു സീക്വൻസ് ആണ് ജെനസിസ് 1 കാണുന്നു എന്നൊരു വ്യൂ ആണ്. He is a theologian that you can follow, and definitely much of his work നിങ്ങൾ വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വായിക്കണം, അല്ലെങ്കിൽ the lost world of Genesis. One of the good things about John Walton's works is basically that he explains the historical context. ഞാൻ പറഞ്ഞ പോലെ അന്നത്തെ ഈജിപ്ഷ്യൻ മിത്തോളജീസും നോർഡിക് മിത്തോളജീസും ബാബിലോണിയൻ ഐഡിയാസും ഒക്കെ ആ ഐഡിയാസിന്റെ ഇടയ്ക്കാണ് ഇത് പറയുന്നത്. അത് ഒരു റെവല്യൂഷണറി ആയിട്ടാണ് മോസസ് അത് മുൻപോട്ട് വെക്കുന്നുള്ള ഒരു വസ്തുത is something that John Walton highlights. Sorry, it was slightly a long answer, but yeah. Thank you, brother. അടുത്തൊരു ചോദ്യം, എന്തുകൊണ്ട് സയൻസ് ദൈവത്തിനെതിരാണ് എന്ന വാദത്തിന് കൂടുതൽ സോഷ്യൽ അപ്പീൽ ലഭിക്കുന്നു? ഇത്രയും തെളിവുകൾ തെളിയിക്കാനായിട്ട് അതിനെതിരായിട്ട് തെളിയിക്കാനായിട്ട് ഉണ്ടായിരുന്നിട്ടും. Again, അതിന് പല കാരണങ്ങളുണ്ട്. I would first start with an internal critique. The internal critique is this, that in our churches, we are not, we have in some sense in the churches, I'm talking not about us in this room, but generally speaking,
we have done a great disservice to young people, that how to reconcile what you're studying in science. നമുക്കെല്ലാം നമ്മുടെ പിള്ളേർ പോയി പബ്ലിക് സ്കൂളുകളിൽ പഠിക്കണം, അല്ലെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണം എന്നൊക്കെ താല്പര്യമുണ്ട്, സയൻസസ് പഠിക്കണം എന്നൊക്കെ. പക്ഷെ അവർ അവിടെ ചെന്ന് ബിഗ് ബാങ്കും എവല്യൂഷനും ഒക്കെ പഠിക്കുമ്പോൾ ഇവിടെ ജെനസിസ് 1-ൽ the way that we teach in our Sunday school or whatever, അതെങ്ങനെയാണ് reconcile ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും we are not taking that effort, right? ഇപ്പം ഞാൻ പറഞ്ഞ ചില ഡീറ്റെയിൽസ് തന്നെ, it's something that most particularly ക്ലബ് ഹൗസിലൊക്കെ സംസാരിച്ച് ആ ടൈം മുതൽ പലപ്പോഴും we do one-on-one sessions on Zoom with people who are struggling with doubts in the church. ഇവരെല്ലാം പറയുന്ന ഒരു കാരണം, I cannot reconcile. I mean, I have found several young folks in college, speaking to them one-on-one, our prime issue ആയിട്ട് പറയുന്നത് എവല്യൂഷനോ ബിഗ് ബാങ്കോ ഒക്കെയാണ്. പക്ഷേ that is because you have a wrong idea of how to read the Bible and how to understand the science. സയൻസ് ഇന്ന് പറയുന്ന കാര്യമല്ല സയൻസ് നാളെ പറയുന്നത്, അല്ലെ? ഞാൻ നേരത്തെ സെഷന്റെ സമയത്തും പറഞ്ഞപ്പോഴും 20-ാം നൂറ്റാണ്ടിലെ ആദ്യം വരെ പ്രപഞ്ചത്തിന് ഒരു ആരംഭം ഇല്ല എന്ന് സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ബൈബിള് പറയുന്നത് പ്രപഞ്ചത്തിന് ആരംഭം ഉണ്ടെന്ന് തന്നെയാണ്. പിന്നെ കാലാന്തരത്തിൽ എന്താ സംഭവിച്ചത്? ഒരുപക്ഷെ 20th സെഞ്ചുറിയുടെ ആദ്യത്തിൽ ഒരു ഏത്തിസ്റ്റിന് വേണമെങ്കിൽ പറയാം, പക്ഷെ സയൻസ് അങ്ങനെ അല്ലല്ലോ പറയുന്നത്. But what happened? We know what happened, right? The science actually caught up to what the Bible claimed. So science എന്താണെന്നും സയൻസിന്റെ പരിമിതികൾ എന്താണെന്നും ഉള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരണം, ഒരു ഡിസ്ക്രിപ്ഷൻ is sometimes നാം അത് നമ്മുടെ കരിക്കുലത്തിലൊന്നും contain ചെയ്യാത്തതാണ്. I think is a prime reason. Secondly, obviously there is a social media engine out there, especially when it comes to new atheists. The way that they strawman മതത്തെ എല്ലാം ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് മതം എല്ലാം പറയുന്നത് സൂഡോ സയൻസും നോൺ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഞങ്ങൾ സയന്റിഫിക് ടെമ്പറിന്റെ ആൾക്കാരാണ്, ഞങ്ങളാണ് സയൻസ് പ്രചരിപ്പിക്കുന്നുള്ള ഒരു പബ്ലിക് പെർസെപ്ഷൻ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ മസ്റ്റ് ടെൽ യു ദാറ്റ് ഇത് വെസ്റ്റിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നവനാസ്തികത വെസ്റ്റിൽ ഇല്ല. റിച്ചർഡ് ഡോക്കിൻസും സാം ഹാരിസും ഒക്കെ അവരുടെ ആ പോപ്പുലാരിറ്റി ഹാസ് കം ഡൗൺ ഡ്രാസ്റ്റിക്കലി. വൺ ഓഫ് ദ റീസൺസ് ഈസ് ദാറ്റ് ഈ ഡോക്കിൻസ് ഒരിക്കലും ഒരു പബ്ലിക് ഡിബേറ്റിന് ക്രിസ്ത്യൻ ലീഡിംഗ് ഫിലോസഫേഴ്സുമായിട്ടൊന്നും മുൻപോട്ട് വന്നിട്ടില്ല. പെർട്ടിക്കുലർലി ഇഫ് യു ആർ അവെയർ ഓഫ് വില്യം ലെയ്ൻ ക്രെയ്ഗ്, അതേമായിട്ട് പലതവണ ഡിബേറ്റിന് ക്ഷണിച്ചിട്ട് പോലും ഡോക്കിൻസ് മുൻപോട്ട് വരാത്ത സാഹചര്യത്തിൽ ഗാർഡിയൻ പോലുള്ള ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ നിരീശ്വരവാദികളായ ഫിലോസഫേഴ്സ് തന്നെ പബ്ലിക്ലി ഡോക്കിൻസിനെ they called him out for his cowardice, saying that if you are declining to debate the best on the other side, then it basically tells about the weakness, the intellectual bankruptcy of new atheism. And 2011 Cambridge Unionil നടന്ന ഒരു debate was very determining of the failure of new atheism. I think it was a debate between William Craig and I forgot the folks on the other side, their names. But our debate had a public vote. Cambridge Union obviously is one of the world's oldest debating societies. There was a public vote. Our public vote, the motion that God exists actually won. So, in short, science ne pattiyulla science atheismത്തിലേക്കാണ് നയിക്കുന്നുള്ള ഒരു public perception in the westil it is coming down, but unfortunately Keralathil maybe that might survive for a few more years. ആർക്കെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. Okay, how to answer a person who uses the concept of common ancestry and tree of life, and how to address it scientifically and biblically? Good question. So again, there are so many. I'll be careful in answering this one. Common ancestry does have, there is some evidence to it, right? So you can't simply discard common ancestry as bogus. When you look at evolutionary biology, in the paleontological record, there is some evidence for common ancestry, but that does not discount what
the Bible says. Common ancestry of all the species can still be maintained by still having a unique de novo creation for human beings. അതായത് മനുഷ്യനെ ദൈവം de novo create ചെയ്തു. അവിടെ തന്നെ I must say that one prominent view out there is that ദൈവം ആദത്തെയും ഹവ്വയും നമ്മൾ as we read in the scriptures, ദൈവം God directly created, gave them his image. But it could be the case, and I am specifying the word could. It could be the case that human species would have evolved outside the garden. അതിനെ തെളിവായിട്ട് theologians മുൻപോട്ട് വെക്കുന്ന ഒരു ആർഗ്യുമെന്റ് is when Cain sins, കൈൻ പാപം ചെയ്തിട്ട് when he's expelled, കൈൻ പറയുന്ന ഒരു വാചകമുണ്ട്, that whoever finds me may kill me. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ ഉപദ്രവിക്കും. അതിന് വളരെ കൺവെൻഷനൽ ആയിട്ട് അത് ആദത്തിന്റെ മക്കളെ പറ്റി തന്നെയാണ് പറയുന്നുള്ള ഒരു വ്യൂ പറയാറുണ്ട്. പക്ഷെ what it kind of conveys is that there could be people, or there could be human like creatures outside the Garden of Eden, and these creatures might have been now there is also a debate, can you call them humans, because God created Adam and Eve, gave them his image. മനുഷ്യനെ പോലെ മറ്റ് മൃഗങ്ങൾ അല്ലെങ്കിൽ ഈ what you call about Neanderthals, അത്രയും species, if they would have evolved, can you call them humans? That is again subject to theological debate. One view is that നമ്മൾ ഈ Nephilim നോക്കെ Genesis 6 വായിക്കുന്നത് could have been these creatures. So also think of it as that we are talking about a very primeval time. Genesis-il നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ information ഇല്ല, we have very limited information, but ഇങ്ങനത്തെ views ഉണ്ട് that there could be such species that would have evolved. They would have mingled with human beings that were the descendants of Adam. God destroyed those species in the global flood. Enna all the views are consistent with whatever we know. So in a nutshell, there is some evidence to common ancestry, but that does not discard or disprove the fact that God created human beings. God created Adam and Eve the way that we read in Genesis 3. അത് രണ്ടും നമുക്ക് തീർച്ചയായിട്ടും റിക്കൺസൈൽ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ചാനലിൽ തന്നെ ജോഷുവ സ്വാമിദാസ്, വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ജെനറ്റിസിസ്റ്റ്, മാത്തമാറ്റിക്കൽ ബയോളജിസ്റ്റ് ആയിരിക്കുന്ന ജോഷുവ സ്വാമിദാസുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം, ഐ തിങ്ക് ക്രിസ്ത്യാനിറ്റി ടുഡേയുടെ ബെസ്റ്റ് ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് 2019 ജയിച്ച പുസ്തകമാണ് ജീനിയോളജിക്കൽ ആഡം ആൻഡ് ഈവ്. അതിൽ അദ്ദേഹം ഈ ജീനിയോളജിക്കൽ ആൻസസ്ട്രിയും ജനറ്റിക് ആൻസസ്ട്രിയെ പറ്റി he gives a very strong reconciliation of these two views that you've asked for. And one of the interesting things about that book, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സും കാണാം, is that even atheist ആയിട്ടുള്ള നേത്തൻ ലെൻസ് പോലുള്ള ബയോളജിസ്റ്റുകൾ പോലും ആ പുസ്തകത്തെ റിവ്യൂ ചെയ്തുകൊണ്ട് പറയുന്നത് ബിബ്ലിക്കൽ അക്കൗണ്ടും ഇന്നത്തെ ജീനിയോളജിക്കൽ എവിഡൻസുമായിട്ട് ഉള്ള റെക്കൺസിലിയേഷൻ, ജോഷുവ സ്വാമിദാസ് മുൻപോട്ട് വെക്കുന്ന തിയറി is not pseudoscience. It is completely compatible with modern science. So if you are interested, kindly check out these materials as well. It might give you further leads to understand these issues from a biblical standpoint. ചാറ്റിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമുക്കിപ്പം നമുക്ക് നമ്മുടെ അലോട്ടഡ് സമയം നമുക്കിവിടെ അവസാനിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഡിസ്കഷന് ഇനിയും സമയമുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. ജോബിൻ സെബാസ്റ്റിനെ ക്ഷണിക്കുന്നു. കേൾക്കാലോ അല്ലേ? അതെ, കേൾക്കാം. പ്രാർത്ഥിക്കാം. വലിയവനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, നൽകിയ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ദൈവമേ,
ഈ വൈകുന്നേര സമയത്ത് അവിടുത്തെ സന്നിധിയിൽ ഇങ്ങനെ ആയിരിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അവസരത്തിന് കൃപയ്ക്കുമായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, യുവ എന്ന മീറ്റിങ്ങിനെ ഓർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, യുവാക്കൾക്ക് വേണ്ടി നല്ലൊരു മൂവ്മെന്റ് ഇങ്ങനെ തുടങ്ങുവാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ധാരാളമായി ഈ സെഷൻസും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയമുള്ള സഹോദരങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് നൽകിയ സെഷനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, പ്രിയ ആശീർവാദനായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും ഞങ്ങൾ കർത്താവെ അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും പറഞ്ഞു തരാൻ പ്രിയമകന് കൊടുത്ത കർത്താവ് കഴിവിനായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ധാരാളമായി കർത്താവിന്റെ സന്നിധിയിൽ വളർത്തണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ഞങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അവസരത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, യുക്തിവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും സംവാദങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് അവിടുന്ന് കൃപ നൽകി. കർത്താവെ, ദൈവവചനം ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയതിനായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. വചനം ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുവാനും പഠിക്കുവാനും അവിടുന്ന് അവിടുത്തെ മക്കളായ ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾക്കായിട്ടും ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവമേ, സഭകളിലും മറ്റും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് നൽകുന്ന അവസരത്തിനായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുവാനും കർത്താവെ കൂടുതലായിട്ട് പഠിക്കുവാനും അവിടുന്ന് ഞങ്ങളോട് സഹായിക്കണമേ, ഞങ്ങൾക്ക് വേണ്ട കൃപ നൽകണമേ എന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ സെഷനിൽ ഞങ്ങൾ കേട്ട കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ മനസ്സിൽ വെക്കുവാനും കർത്താവെ ഞങ്ങൾ മറ്റുള്ളവരോട് പറയുന്നവരാകുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മീറ്റിങ്ങിനെ എല്ലാ രീതിയിലും അവിടുന്ന് അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഡിസ്കഷനും ഏറ്റവും കർത്താവെ അനുഗ്രഹപ്രദമായി തീർക്കുവാൻ അവിടുന്ന് നൽകിയത് കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഈ മീറ്റിങ്ങിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നും കൂടുതൽ നല്ല സെഷൻസ് ഉണ്ടാകുവാനും അവിടുന്ന് സഹായിക്കുകയും കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. നൽകിയ നന്മകൾക്കും കൃപകൾക്കുമായി നന്ദിയോടെ സ്തോത്രം. സകല സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനകളും കർത്താവിന്റെ ഇഷ്ടമായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു.